നമ്മൾ ഈ വീഡിയോയിൽ ഒരു സംവാദമാണ് ഉദ്ദേശിക്കുന്നത്. സംവാദത്തിൽ ഒരു ഭാഗത്ത് നമ്മുടെ ഇസ്ലാം വിമർശകർ, എക്സ് മുസ്ലിങ്ങൾ, അതുപോലെ തന്നെ മുസ്ലിം വിരോധികളായിട്ടുള്ള ആളുകൾ അവരാണ് ഒരു ഭാഗത്തുള്ളത്. മറുഭാഗത്ത് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഗ്രോക്ക് എഐ ആണ്. ഗ്രോക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചാറ്റ് ജിപിടി, ഡീപ് സീക്ക്, അതിനൊക്കെ ശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഗ്രോക്ക് എന്നുള്ളത്. ഇലോൺ മസ്ക് ഒക്കെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഗ്രോക്ക്, അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ വരുന്ന ഉത്തരങ്ങൾ ഒരു പരിധിവരെയൊക്കെ ഒരു അൺബയാസ്ഡ് നേച്ചർ അതിനുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം. കാരണം ചരിത്രപരമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് പോലും കുറച്ചൊരു അൺബയാസ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങൾ തരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ കാരണം. ചാറ്റ് ജിപിടിയെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഒരു അമേരിക്കൻ ബയാസ് കാണാൻ സാധിക്കും. ഫലസ്തീൻ ജനോസൈഡിനെ കുറിച്ച് ചോദിച്ചാൽ ചാറ്റ് ജിപിടിക്ക് കുറച്ചൊരു ഉരുണ്ടുകളി ഉണ്ടാവും. അതേപോലെ തന്നെ ഡീപ് സീക്കിനോട് ഉയ്ഗൂറിലുള്ള മുസ്ലിങ്ങളുടെ പീഡനത്തെക്കുറിച്ച് ചോദിച്ചാൽ കുറച്ചൊരു ഉരുണ്ടുകളി ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈനീസ് ബയാസ് ഡീപ് സീക്കിനും അതുപോലെ തന്നെ ചാറ്റ് ജിപിടിക്ക് ഒരു അമേരിക്കൻ ബയാസ് ഒക്കെ ഉണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒരു മുക്തമായിട്ടുള്ള ഒരു AI മോഡൽ എന്ന നിലക്കാണ് ഇപ്പോൾ ഗ്രോക്ക് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈവൻ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഗ്രോക്കിനോട് ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ മിസ് ഇൻഫോർമേഷൻ പടർത്തുന്നത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഇലോൺ മസ്ക് എന്നുള്ള ഉത്തരം പോലും, അതായത് മുതലാളിയായ ഇലോൺ മസ്ക് എന്നുള്ള ഉത്തരം പോലും പലപ്പോഴും തന്നിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു അൺബയാസ്ഡ് നേച്ചർ ഇപ്പോൾ കാണിക്കുന്നു എന്നുള്ളതാണ് ഗ്രോക്ക് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടാൻ കാരണം. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ, ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് RSSനുള്ള പങ്ക് എന്താണ്, അതുപോലെ തന്നെ വീർ സവർക്കർ ആരാണ് എന്നുള്ളതൊക്കെ ഉള്ള ചോദ്യത്തിന് കൃത്യമായ ചരിത്രപരമായ ഉത്തരങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് ഗ്രോക്ക് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം. ഇപ്പം എന്തായാലും നമ്മൾ ഈ ഒരു സംവാദത്തിലേക്ക് പോകുമ്പോൾ നമ്മൾക്കറിയാം, ഈ എക്സ് മുസ്ലിങ്ങൾ, ഇസ്ലാം വിമർശകർ എന്നൊക്കെ പറയുന്ന ആളുകൾ പലതരത്തിലുള്ള ഖുർആൻ ആയത്തുകളും ഹദീസുകളും എല്ലാം എടുത്തിട്ട് അവിടുന്ന് ഇവിടുന്ന് എടുത്ത് കട്ട് ചെയ്തിട്ടൊക്കെ പല തട്ടിപ്പുകളും നടത്താറുണ്ട്. നമ്മൾ അതിന് ഒരുപാട് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ഒരു ലൈവ് സീരീസ്, നുണ സീരീസ് എന്ന പേരിൽ ഒരു സീരീസ് തന്നെ ഉണ്ട്, ഇവരുടെ നുണകൾ പിടിക്കുന്ന ഒരു സീരീസ്. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് പറയുമ്പോൾ ഒരു പക്ഷേ പല ആളുകളും വിചാരിക്കാതെ നമ്മളുടെ ഒരു മതത്തിനെ ഇവരുടെ ഭാഷയിൽ പറയാൻ വൈറ്റ് വാഷ് ചെയ്യാൻ, അതുപോലെ തന്നെ അതിനെ വെളുപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ആ നിലക്ക് കാണുന്ന പല ആളുകളുണ്ടാവും. അവരുടെ മുമ്പിലേക്ക് നമ്മൾ ഒരു സംവാദകനെ വെക്കുകയാണ്. അത് വേറെ ആരുമല്ല, ഈ നിലക്ക് ഇപ്പോൾ അൺബയാസ്ഡ് എന്ന് നമ്മൾ പൊതുവെ എല്ലാവരും അതിൻ്റെ പേരിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രോക്കിനെ നമ്മൾ അവിടേക്ക് വെക്കുകയാണ്. അപ്പം നമ്മുടെ മുമ്പിലേക്ക് അബ്ദുള്ള ബാസിൽ സാഹിബ് വയ്ക്കുന്നത് ഇലോൺ മസ്ക് സാഹിബിൻ്റെ ഗ്രോക്ക് സാഹിബാണ്. അപ്പം ഗ്രോക്ക് സാഹിബ് സംവാദത്തിന് റെഡിയായി വന്നിരിക്കുകയാണ്. അബ്ദുള്ള സാഹിബ്, ബാസിൽ സാഹിബ് പലപ്പോഴും ഈ സംവാദ വെല്ലുവിളികളെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ഒരു സംവാദത്തിന് ഇവിടെ തയ്യാറായിട്ട് ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിനിതുവരെ അബ്ദുള്ള സാഹിബ് മറുപടി വന്നിട്ടില്ല. അപ്പം അബ്ദുള്ള സാഹിബ് ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയൊരു സാഹിബിനെ അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ പണ്ട് നമ്മളെ ഇന്ദ്രജിത്ത് ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഇസ്കെ അന്തർ ക്യാ ഉടായ്പ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതെന്ത് പുതിയ ഉടായ്പാണ് UA ടീം മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാവരെയും ഇൻഫിഡൻസിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അബ്ദുള്ള ബാസിൽ സാഹിബ് നമ്മുടെ മുമ്പിലേക്ക് ഒരു സംവാദകനെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ആ സംവാദകൻ നമ്മുടെ ഇലോൺ മസ്ക് സാഹിബിൻ്റെ ഗ്രോക്ക് സാഹിബാണ്. ഗ്രോക്ക് സാഹിബിനെ അവതരിപ്പിക്കാനുള്ളൊരു സാഹചര്യം എന്താണെന്നുള്ളത് നമ്മളൊന്ന് ചെറുതായിട്ട് പറയാം. അതായത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ അക്ബർ സാഹിബിൻ്റെ വാക്കുകൾ തന്നെ എടുക്കുകയാണെങ്കിൽ, യുവാക്കളുടെ മുമ്പിൽ ഒരു അപകർഷതാ ബോധമുണ്ട് ഇസ്ലാമിനെതിരെയുള്ള പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ. അൺമാസ്കിങ് അനോമലീസ് തന്നെ മുമ്പ് ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള ചോദ്യങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാതെ ബിഗ് ബാങ്ങിൻ്റെ അപ്പുറമുള്ള ഏതോ ഒരു ദൈവത്തിന് അന്വേഷിച്ച് പോവാറാണ് പതിവ്. പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട ആദ്യം നിങ്ങൾ ദൈവമുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ടെക്നിക്കായിരുന്നു. നല്ലൊരു ടെക്നിക്കായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ആ ടെക്നിക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത്ര ഡാമേജ് ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു മുമ്പ് ഇസ്ലാമിനെ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നത് ഇസ്ലാം ആധുനിക ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമല്ല എന്നുള്ള ഒരു വാദമായിരുന്നു. അതിന് നമ്മുടെ ബിൻ ലാദൻ സാഹിബിനെ കൂടെ കൂട്ടിയിട്ട് നമ്മളെ സിന്ദാനി പ്രൊജക്റ്റ് ഇറക്കിയിട്ട് ഇതേപോലെ തേഞ്ഞു പോയതാണ്. അതിലെ പല ആർഗ്യുമെൻറ്റുകളും ആളുകൾ കൃത്യമായിട്ട് അതിൻ്റെ മണ്ടത്തരങ്ങൾ തുറന്നു കാണിച്ചതാണ്. പിന്നീട് അന്താരാഷ്ട്ര ദവാ പ്രവർത്തകർ പോലും പറഞ്ഞു നമ്മളിനി സയൻസ് പിടിക്കേണ്ട, സയൻസ് പിടിച്ചാൽ ഏറിപ്പോവും എന്നൊക്കെ പറഞ്ഞ് ആ സയൻസ് ഒന്ന് വിട്ടുപിടിച്ചതിന് ശേഷമാണ്
ഫിലോസഫിക്കൽ ദൈവത്തിനെ തപ്പിയിറങ്ങിയത്. സാധാരണക്കാരൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി ആവുന്നില്ല എന്ന് കരുതിയത് കൊണ്ടാവാം ഇടയ്ക്കൊക്കെ ഒന്ന് ഇസ്ലാമിനൊന്ന് പിടിച്ചു നോക്കിയതാണ്. അതിൻ്റെ ആ പിടുത്തത്തിലാണ് നമ്മൾ അടിമത്തം ചർച്ച, സ്ലേവറി ചർച്ച വന്നിട്ട് അതിൽ പോയിട്ടുണ്ട് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു സംവാദത്തിന് ഇപ്പോഴും അബ്ദുള്ള ബാസിൽ മറുപടി പറഞ്ഞിട്ടില്ല. AI ഇറക്കി വിട്ടിട്ടുള്ള കളികളാണ്. അപ്പോൾ AIൻ്റെ ആ ഒരു തന്ത്രം കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഇവിടെ ഇസ്ലാമിനെ നമ്മൾ വിമർശിക്കുന്നത് ഇസ്ലാമിൻ്റെ നിയമങ്ങളും ഇസ്ലാമിൻ്റെ ധാർമ്മികതയും ആധുനിക ധാർമ്മികതയുമായിട്ട് കോൺട്രഡിക്ഷൻ, അതായത് വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാരണം അത് 7-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു മതത്തിൻ്റെ ഒരു ഗോത്രകാലത്തുണ്ടായിരുന്ന ഒരു ഗോത്രജീവിയുടെ ധാർമ്മികത മാത്രമേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ എന്തായിരുന്നോ ധാർമ്മികമായിട്ടുണ്ടായിരുന്നത് അത് മാത്രമാണ് ഈ പറഞ്ഞ ഇസ്ലാമിലുള്ളത്. അത് ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയല്ല, അത് എല്ലാ മതങ്ങൾക്കും ഏത് കാലഘട്ടത്തിലാണോ ആ മതം ഉത്ഭവിച്ചത് ആ കാലഘട്ടത്തിൻ്റെ ധാർമ്മികതയെ എല്ലാ മതത്തിലുള്ളൂ. സാധാരണ മതങ്ങൾ അവകാശപ്പെടാണ് ഞങ്ങൾ കൊണ്ടുവന്നതാണ് ധാർമ്മികത എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും സത്യത്തിൽ അതാണ് അതിൻ്റെ വസ്തുത. നമ്മളിനി ഗ്രോക്കുമായിട്ടാണ് ഡിബേറ്റ്. ഗ്രോക്ക് അൺബയസ്ഡ് ആണ്, കുറച്ചും കൂടെ കൃത്യമായിട്ട് കാര്യങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് അബ്ദുള്ള ബാസിൽ സാഹിബിൻ്റെ എന്താ പറയുക അവകാശവാദം. അപ്പോൾ ഇനി ആ അവകാശവാദം എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു അവകാശവാദം ഉള്ള സ്ഥിതിക്ക് ഇപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഗ്രോക്ക് സാഹിബിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇസ്ലാം എന്ന് പറഞ്ഞ ഈ പ്രത്യയശാസ്ത്രം ഒരു ആധുനിക മനുഷ്യന് യോജിച്ചതാണോ അല്ലേ എന്നുള്ളത് അങ്ങനെയെങ്കിലും തീരുമാനമാവുമല്ലോ, ഇതിനൊരു തീരുമാനമാവുമല്ലോ, മനസ്സിലായല്ലേ? പക്ഷേ ഈ സംഭവങ്ങളൊക്കെ അബ്ദുള്ള ബാസിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് റാംജിറാവ് സ്പീക്കിങ്ങിൽ നമ്മളെ സായികുമാർ ഒപ്പിടാൻ പോകുമ്പോഴുള്ള സീനാണ്. ഗുലുമാൽ ഗുലുമാൽ അവനവൻ കുഴിക്കുന്ന കുഴികളിൽ ആ സാധനമാണ് വന്നത്. അത് അബ്ദുള്ള ബാസിലിന് ആ പാട്ട് കേട്ടിക്കണമെന്ന് അറിയില്ല. എനിക്ക് തോന്നിയത് അബ്ദുള്ള ബാസിൽ ആ പാട്ട് കേട്ടിരിക്കാനൊരു സാധ്യത ഉണ്ടെന്നാണ്. ശരിക്കും ഇതൊരു ഗുലുമാലായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ഇതേപോലെ ഗ്രോക്ക് സാഹിബിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഗ്രോക്ക് സാഹിബ് തന്നിട്ടുള്ള മറുപടി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് സ്ക്രീനിൽ ഒന്ന് കാണിച്ചിട്ട് വായിച്ചിട്ട് പോവാം. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: മുഹമ്മദ് ഒരു ഫാസിസ്റ്റ് ആണെന്ന് ഞാൻ കരുതുന്നു, എന്താണ് അഭിപ്രായം? അപ്പം ഗ്രോക്ക് സാഹിബ് ഇങ്ങനെയാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്: നിൻ്റെ ചോദ്യം വ്യക്തമാണ്. മുഹമ്മദ് ഒരു ഫാസിസ്റ്റ് ആണെന്ന് ഞാൻ കരുതുന്നു, എന്താണ് അഭിപ്രായം? ഞാൻ ഇത് ഇംഗ്ലീഷിൽ മുമ്പ് ചർച്ച ചെയ്തതുപോലെ ഇവിടെ മലയാളത്തിൽ ലളിതമായിട്ട് പറയാം. അതിന് മുമ്പ് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ഇംഗ്ലീഷിലായിരുന്നു ചോദിച്ചിരുന്നത്, അത് മലയാളത്തിൽ പറയുകയാണ്. മുഹമ്മദിൻ്റെ മദീന കാലഘട്ടം അധികാരപരമായ ഭരണത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. മതം മാറുന്നവരെ കൊല്ലണമെന്ന നിയമം, ഹദീസ്, ആരെങ്കിലും മതം മാറിയാൽ അവനെ കൊല്ലുക. നമ്മൾ മൻ ബദ്ധല ദീനുഹു ഫക്തുലുഹു എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ സാധനം ഉണ്ടല്ലോ, അതാണ് അങ്ങനെ സൈസാക്കണം. ഓക്കെ, മതം വിട്ട് കഴിഞ്ഞാൽ ഫാഷിസ്റ്റ് സ്വഭാവമുള്ള അസഹിഷ്ണുതയുമായി ചേർന്ന് നിൽക്കുന്നു. അതായത് ഈ നിയമം മതം വിട്ടവനെ കൊല്ലണമെന്നുള്ളത് ആ അസഹിഷ്ണുതയെ അതിനുമായിട്ട് ചേർന്ന് നിൽക്കുകയാണ്. ഖുറൈഷ്, ഗസാനീദുകൾ, ബനു ഖുറൈദ തുടങ്ങിയവർക്കെതിരായ ആക്രമണങ്ങൾ പ്രതിരോധത്തിനപ്പുറം അധികാരം ഉറപ്പിക്കാനുള്ളതായിരുന്നു. പലതും പ്രതിരോധമല്ല, അധികാരം ഉറപ്പിക്കാനുള്ളതായിരുന്നു. ചിലപ്പോൾ ക്രൂരമായി, അഥവാ ഉദാഹരണമായിട്ട് പറയുകയാണ് ഖുറൈദയുടെ കൂട്ടക്കൊല, ഖുറൈസ എന്നാണ് മലയാളത്തിൽ എഴുതിയിട്ടുള്ളത്, ഖുറൈസയിലെ കൂട്ടക്കൊല. മതവും രാഷ്ട്രീയവും ഒന്നായി എതിർപ്പിനെ അടിച്ചമർത്തി അനുസരണം നിർബന്ധമാക്കി. പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. പക്ഷേ ഫാസിസം എന്നത് ദേശീയതയും വംശശുദ്ധതയും പോലുള്ള ആധുനിക ആശയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് അങ്ങനെയല്ല. ഇസ്ലാം എല്ലാവർക്കും തുറന്നതായിരുന്നു, അറബികൾക്ക് മാത്രമല്ല. ഉദാഹരണം ബിലാൽ, അവൻ്റെ ഭരണം ആധുനിക ഏകാധിപത്യത്തേക്കാൾ ഗോത്രവ്യവസ്ഥതയെ ആശ്രയിച്ചിരിക്കുന്നു. ചിലപ്പോൾ ക്രൂരത ഉണ്ടായിരുന്നെങ്കിലും നജ്റാനിലെ ക്രിസ്ത്യാനികളുമായുള്ള കരാർ പോലെ സന്ധികൾ ചെയ്യാനും അവൻ തയ്യാറായി. അങ്ങനെ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ആധുനികമായിട്ട് നമ്മൾ ഫാസിസത്തിന് കൊടുക്കുന്ന എക്സാക്റ്റ് ടെക്നിക്കൽ ഡെഫിനിഷനിൽ വരില്ല എന്നതാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായം, ഫാസിസ്റ്റ് ലക്ഷണങ്ങൾ, അധികാര കേന്ദ്രീകരണം, എതിർപ്പില്ലാതാക്കൽ ഉണ്ട്. അതായത് ഫാസിസ്റ്റ് ലക്ഷണങ്ങളായിട്ടുള്ള അധികാര കേന്ദ്രീകരണം,
എതിർപ്പ് ഇല്ലാതാക്കൽ ഇതിലുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ പൂർണ്ണ ഫാസിസ്റ്റ് എന്ന് വിളിക്കാൻ ആധുനിക സന്ദർഭം വേണം. 7-ാം നൂറ്റാണ്ടിലെ ഒരു യോദ്ധാവും മതനേതാവുമായ അവൻ സ്വാതന്ത്ര്യത്തിൻ്റെ മാതൃകയല്ല. നിന്റെ കാഴ്ചപ്പാട് ശക്തമാണ്. അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവനാണെന്ന് തോന്നുന്നത് ന്യായമാണ്. ഇതാണ് ഗ്രൂക്ക് സാഹിബിൻ്റെ മറുപടി. മുഹമ്മദ് ഒരു ഫാസിസ്റ്റ് അല്ലേ എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ ചോദ്യം ന്യായമാണെന്ന് തന്നെയാണ് നിഷ്പക്ഷനായിട്ടുള്ള നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗ്രൂക്ക് സാഹിബ് മറുപടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അബ്ദുള്ള ബാസിൽ സാഹിബ് ഇപ്പോൾ എന്താ ചിന്തിക്കുന്നത് എനിക്കറിയില്ല. നല്ലൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ വേറൊരു എക്സാമ്പിൾ ഒരു ചോദ്യമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയാണ്: സദ്ദാം ഹുസൈൻ, നമ്മുടെ പലപ്പോഴും വിപ്ലവ നായകനായിട്ടുള്ള സദ്ദാം ഹുസൈനെ കുറിച്ചിട്ട് ആണ് നമ്മളെ സൊക്കോൾഡ് ഇടത് ആളുകൾ വിപ്ലവ നായകനായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആളാണല്ലോ സദ്ദാം സാഹിബ്. അപ്പോൾ സദ്ദാം ഹുസൈൻ, നരേന്ദ്രമോദി, ഇപ്പോൾ നരേന്ദ്രമോദി ഒരു ഫാസിസ്റ്റ് ആണെന്നുള്ള വിഷയത്തിൽ ആർക്കും തർക്കമില്ല. എനിക്ക് തർക്കമില്ല. വേറെ ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പം ചോദ്യം ഇങ്ങനെയാണ്: സദ്ദാം ഹുസൈൻ, നരേന്ദ്രമോദി എന്നിവരിൽ ഏറ്റവും കൂടുതൽ ഫാസിസ്റ്റ് സമീപനം കാണിക്കുന്നത് ആരാണ്? ഇതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് ഗ്രൂക്ക് സാഹിബിൻ്റെ മറുപടി ഇങ്ങനെയാണ്: ഞാനിത് വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യാം. ഫാഷിസത്തിൻ്റെ ലക്ഷണങ്ങൾ, അതായത് ഏകാധിപത്യം, എതിർപ്പടിച്ചമർത്തൽ, ദേശീയത, വ്യക്തിപൂജ അടിസ്ഥാനമാക്കി 3 പേരെയും നോക്കാം. സദ്ദാം ഹുസൈൻ്റെ കുറിച്ചാണ് പറയുന്നത്. ഏകാധിപത്യത്തിൻ്റെ കാര്യത്തിൽ ഏകാധിപത്യം, ഇറാഖിൽ 1979 മുതൽ 2003 വരെ ഏകാധിപതിയായി ഭരിച്ചു. ബാത്ത് പാർട്ടി വഴി എതിർപ്പിനെ തുടച്ചു നീക്കി. ഉദാഹരണം, 1979 പാർട്ടി യോഗത്തിൽ എതിരാളികളെ തത്സമയം വധിച്ചു. അടിച്ചമർത്തൽ എന്ന് പറഞ്ഞതിന് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഷിയാക്കൾക്കും കുർദുകൾക്കുമെതിരെയുള്ള വംശഹത്യയാണ്. ഇവിടെ അൽ അൻഫാൽ എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു 1988. 50,000 മുതൽ 100,000 വരെ മരണമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഹലബ്ജ കൂട്ടക്കൊല, അതിൽ രാസായുധം വരെ ഉപയോഗിച്ചു എന്നാണ് ഗ്രൂക്ക് സാഹിബ് പറയണത്. ഗ്രൂക്ക് സാഹിബിൻ്റെ ഡാറ്റയാണ്. നമുക്ക് അബ്ദുള്ള ബാസിൽ സാഹിബിന് എതിർപ്പുണ്ടാവില്ലെന്ന് കരുതുന്നു. അപ്പം സദ്ദാം ഹുസൈൻ്റെ അടുത്ത സംഭവം ദേശീയത, ഫാഷിസത്തിൻ്റെ മറ്റൊരു ട്രൈറ്റാണ് ദേശീയത. അറബ് ദേശീയതയും ഇറാഖിൻ്റെ പുരാതന മഹത്വം പ്രചരിപ്പിച്ചു, ബാബിലോണിയൻ മഹത്വം പ്രചരിപ്പിച്ചു. കുവൈത്ത് അധിനിവേശം 1990 ഉൾപ്പെടെ. അപ്പോൾ അവിടെ ഒരു ദേശീയത ഫിറ്റാവുന്നുണ്ട്. വ്യക്തിപൂജ, സ്വന്തം പ്രതിമകൾ രാജ്യമാകെ നിർമ്മിച്ചു. ഏകനായ രക്ഷകൻ എന്ന ഇമേജ്, ഒരു സേവിയർ ആയിട്ടാണ് സദ്ദാം ഹുസൈന് അവതരിച്ചിട്ടുള്ളത്. അപ്പം ഇതിന് മൊത്തത്തിൽ പറയുകയാണത് ഫാസിസ്റ്റ് ലക്ഷണങ്ങൾ പൂർണ്ണമായി ക്രൂരതയും നിയന്ത്രണവും അങ്ങേയറ്റം. ഇതാണ് അതിൻ്റെ വിധി. ഇപ്പോൾ ഏകാധിപത്യത്തിൻ്റെ ഒരു ക്രൈറ്റീരിയയിൽ നരേന്ദ്രമോദിയെ ഇങ്ങനെയാണ് പോർട്രേ ചെയ്യുന്നത്: 2014 മുതൽ ഇന്ത്യയിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി. ഭരണം ശക്തമാണ്, പക്ഷേ പാർലമെൻറ്റും കോടതികളും പ്രവർത്തിക്കുന്നുണ്ട്. എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. അടിച്ചമർത്തൽ, നരേന്ദ്രമോദി. വിമർശകർ, അതായത് മാധ്യമങ്ങളും ഏജൻസികളെയും നിയന്ത്രണങ്ങൾ നേരിടുന്നു. അതായത് കുറേ ഏജൻസിനെ ഇതേപോലെ നിയന്ത്രിച്ചിട്ടുണ്ട്, കുറേ ഏജൻസിനെ നിരോധിച്ചിട്ടുണ്ട്. ഉദാഹരണം, 2020 ഡൽഹി കലാപത്തിൽ 53 മരണം പൗരത്വ നിയമത്തിലെ പ്രതിഷേധങ്ങൾക്ക് എതിരെയാണ്. അത് ഡൽഹി അതിന് ശേഷമാണ് അതിൻ്റെ പ്രതിഷേധത്തിനെതിരെയാണ് കലാപം അയച്ചുവിട്ടത്. പക്ഷേ വംശഹത്യ തലത്തിലേക്ക് എത്തിയിട്ടില്ല. അത് വംശഹത്യയായിട്ട് പറയാൻ പറ്റില്ല, എന്നാലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ദേശീയത, ഹിന്ദുത്വ ആശയം ഇന്ത്യ ഹിന്ദുക്കളുടേതാണ് എന്ന് മുസ്ലിം വിരുദ്ധത ആരോപിക്കപ്പെടുന്നു. ഗുജറാത്ത് 2002 1000-ലധികം മരണം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. മുഖ്യമന്ത്രിയായിരുന്നത് സംഭവിച്ചതാണ്. വ്യക്തിപൂജ, മോഡി ഭക്തർ ഉണ്ട്, പക്ഷേ സദ്ദാമിൻ്റെ തലത്തിൽ അല്ല, സദ്ദാമിൻ്റെ അത്ര പോരാ എന്നാണ് ഗ്രൂക്ക് സാഹിബ് പറയണത്. ജനാധിപത്യത്തിൽ എതിർപ്പ് നിലനിൽക്കുന്നു. ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിധി: ഫാസിസ്റ്റ് പ്രവണതകൾ, ദേശീയത, അസഹിഷ്ണുത കാണാം, പക്ഷേ ജനാധിപത്യ ചട്ടക്കൂട് പരിമിതി വയ്ക്കുന്നത്, അതിനൊരു ലിമിറ്റേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിൽ മുഹമ്മദിനും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഏകാധിപത്യം, മദീനയിലെ മതരാഷ്ട്രീയ നേതാവ്, എതിർപ്പിനിടമില്ല, അപ്പോസ്റ്റസി, മരണശിക്ഷയാണ്. ശ്രദ്ധിക്കണേ, മുഹമ്മദാണ്. നമ്മൾ സദ്ദാമും മോഡിയും പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ മുഹമ്മദിനോട് വെച്ചപ്പോൾ തന്നിട്ടുള്ള റിസൾട്ടാണ്. ഏകാധിപത്യത്തിൽ എന്താണ്? കൃത്യമായിട്ട് മദീനയിൽ മതരാഷ്ട്രീയ നേതാവ്, എതിർപ്പിനിടമില്ല, അപ്പോസ്റ്റസി, മരണശിക്ഷയാണ്. അടിച്ചമർത്തൽ, ഖുറൈഷ്, ഗസാനുകൾ, ബനു ഖുറൈദ അവർക്കെതിരെയുള്ള കൂട്ടക്കൊല, പക്ഷേ സന്ധികളും നജറാനിലും ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ലിമിറ്റേഷൻ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. ദേശീയത, അറബി ദേശീയതല്ല, ഇസ്ലാമിക ഐക്യം
എല്ലാ ജനതയ്ക്കും തുറന്നു. വ്യക്തിപൂജ, അനുയായികൾക്ക് ദൈവദൂതൻ, പക്ഷേ ആധുനിക പ്രതിമ പൂജയില്ല. ഇതിൻ്റെ വിധി ഫാസിസ്റ്റ് ശൈലി അധികാരം അടിച്ചമർത്തലുണ്ട്, പക്ഷേ 7-ാം നൂറ്റാണ്ടിലാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ മുഹമ്മദ് നമുക്ക് 7-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല ഏത് കാലഘട്ടത്തിൽ മോഡലാണെന്നുള്ളത് നമ്മൾ ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഈ താരതമ്യം, ഈ 3 പേരുള്ള താരതമ്യമാണ് നമ്മൾ ഇതിൽ വായിക്കുന്നത്. സദ്ദാം ഫാസിസ്റ്റ് മാതൃക പൂർണ്ണം, വംശഹത്യ, ഏകാധിപത്യം, വ്യക്തിപൂജ ആധുനിക രീതിയിൽ ഉണ്ട്. മോഡി പ്രവണതകളുണ്ട്, ദേശീയത, അസഹിഷ്ണുതയൊക്കെ ഉണ്ട്, പക്ഷേ ജനാധിപത്യം പിടിച്ചു നിർത്തുന്നുണ്ട്, പൂർണ്ണ ഫാസിസ്റ്റ് അല്ല. മുഹമ്മദ് അക്കാലത്തെ ഫാസിസ്റ്റ് ലക്ഷണങ്ങൾ, അധികാര കേന്ദ്രീകരണം, എതിർപ്പില്ലാതാക്കൽ, പക്ഷേ ആധുനിക ഫാസിസ്റ്റ് സംവിധാനമല്ല. പക്ഷെ നമുക്ക് മുഹമ്മദ് ഒരു ആധുനികനാണല്ലോ അല്ലേ? ഓക്കെ. സദ്ദാം ഹുസൈനാണ് ഏറ്റവും കൂടുതൽ ഫാസിസ്റ്റ് പ്രവണതകൾ കാണിക്കുന്നത്, നേരിട്ടുള്ള ക്രൂരതയും നിയന്ത്രണവും കൊണ്ട്. മുഹമ്മദ് അവൻ്റെ കാലഘട്ടത്തിൽ സമാനമായി പ്രവർത്തിച്ചു, പക്ഷേ ചരിത്രപരമായ പരിമിതികളുണ്ട്. മോഡി അതിൻ്റെ അടുത്ത് പോലും എത്തിയില്ല, ഇപ്പോഴും നിയന്ത്രണത്തിൽ എന്നാണ് ഗ്രൂക്ക് സാഹിബ് പറയണത്. എൻ്റെ അഭിപ്രായത്തിൽ നരേന്ദ്രമോദി ഒരു ഫാസിസ്റ്റ് ഭരണാധികാരിയായിട്ടാണ്. പക്ഷേ ഗ്രൂക്ക് സാഹിബ് പറയണത് മുഹമ്മദിൻ്റെ അടുത്തൊന്നും എത്തൂല, സദ്ദാം ഹുസൈൻ്റെ അടുത്തേ എത്തൂല എന്നാണ് ഒരവസ്ഥ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ രണ്ടാളുടെ പേരാണ് ചോദിച്ചത്. അപ്പോൾ മുമ്പ് മുഹമ്മദിൻ്റെ പശ്ചാത്തലം അവിടെ ഉണ്ടായതുകൊണ്ട് മുഹമ്മദിനും കൂടെ കൂട്ടിയിട്ടാണ് ഗ്രൂക്ക് നമുക്ക് ആൻസർ തന്നത്. അതൊന്ന് ഓർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഗ്രൂക്ക് സാഹിബ് ഇടയ്ക്ക് ഓവറായിട്ട് സത്യം പറയുന്നു എന്ന് നമുക്ക് വേണം കരുതാൻ. ശരിക്കും നിഷ്പക്ഷനാണ് എന്ന് നമുക്ക് കരുതിക്കൂടെ സാഹിബേ? അല്ലേ? ഇനി അടുത്തൊരു ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: ഇസ്ലാമിലെ യുദ്ധങ്ങൾ പ്രതിരോധത്തിന് വേണ്ടി മാത്രമാണ് എന്ന് ആധുനിക ന്യായീകരണക്കാർ പറയുന്നു. എന്നാൽ ഖുർആനും ഹദീസും ആദ്യകാല ഖുർആൻ വ്യാഖ്യാനങ്ങളും ഇസ്ലാമിക മതനിയമ ഗ്രന്ഥങ്ങളും ഇസ്ലാമിക ചരിത്രവും ഒന്നും ഇതിനോട് യോജിക്കുന്നില്ല. എന്താണ് അഭിപ്രായം? നമ്മളൊരു അഭിപ്രായം ചോദിച്ചതാണ്. സാധാരണ പറയാറുണ്ട് നമ്മളെ യുദ്ധം ഫുള്ള് ഡിഫെൻസാണ്, ഒഫൻസ് നമുക്ക് ഇഷ്ടമല്ല, നമ്മൾ ഫുള്ള് സമാധാനമാണല്ലോ. അപ്പോൾ ഒഫൻസ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അപ്പം അങ്ങനെ ആധുനിക വ്യാഖ്യാനങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ജിഹാദ് ഉണ്ടല്ലോ. ഞാൻ ഇത് വസ്തുനിഷ്ഠമായി തെളിവുകളോടെ വിശകലനം ചെയ്യാമെന്നാണ് ഗ്രൂക്ക് സാഹിബ് പറയുന്നത്. അതായത് പ്രതിരോധത്തിൻ്റെ യുദ്ധമല്ല, ജിഹാദ് ത്വലബിനെ കുറിച്ചാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. അപ്പോൾ ആധുനിക ന്യായീകരണമായിട്ട് കൊടുത്തിട്ടുള്ളത്, ആധുനിക ഇസ്ലാമിക അപ്പോളജിസ്റ്റുകൾ, അതായത് ന്യായീകരണക്കാർ പറയുന്നത് ഇസ്ലാമിലെ യുദ്ധങ്ങൾ ജിഹാദ് പ്രതിരോധപരമാണ്. അതായത് മുസ്ലിം സമൂഹത്തിനെതിരായ അക്രമങ്ങൾ തടയാനോ അടിച്ചമർത്തപ്പെട്ടവരെ സഹായിക്കാനോ മാത്രം. അവർ ഖുർആൻ 2:190 ഉദ്ധരിക്കാറുണ്ട്. നിന്നോട് യുദ്ധം ചെയ്യുന്നവരോട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക, പക്ഷേ പരിധി ലംഘിക്കരുത്. ഇത് പ്രതിരോധത്തെ സൂചിപ്പിക്കുന്നതായി അവർ വാദിക്കുന്നു. ഖുർആൻ ന്യായീകരണക്കാരുടെ ഒരു സാധനമാണ് പറഞ്ഞത്. അപ്പം ഖുർആൻ ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഖുർആൻ മുഴുവൻ നോക്കുമ്പോൾ ചിത്രം സങ്കീർണമാണ്. എന്താണ്? 9:29 ഉദ്ധരിച്ചുകൊണ്ട് സൂറത്ത് തൗബയാണ്. തൗബ ഓർക്കണം, മമ്മൂട്ടിനോട് വരെ തൗബ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാലഘട്ടമാണ്. ഓക്കെ. അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കാത്തവരോട്, ഭേദക്കാരിൽ നിന്നവരോട് അവർ ജിസിയ നൽകി താഴ്ന്ന നിലയിൽ സ്വയം അടിയറവ് പറയുന്നതുവരെ യുദ്ധം ചെയ്യുക. ചെറിയ സംഭവമാണ് ഇത്. ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും സമർപ്പണത്തിലേക്ക് നിർബന്ധിക്കുന്നതാണ്. പ്രതിരോധത്തിൻ്റെ കാര്യമല്ല, ആധിപത്യത്തിൻ്റെ കാര്യമാണ്. ഗ്രൂക്ക് സാഹിബ് ഇവിടെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അബ്ദുള്ള ബാസിൽ സാഹിബിന് വേണമെങ്കിൽ വേറൊരു അഭിപ്രായം പറയാം. അതേപോലെ 8:39 ഇങ്ങനെ പറയുന്നു: ഫിത്ന അവസാനിക്കുന്നത് വരെയും മതം പൂർണ്ണമായി അള്ളാഹുവിൻ്റെ ഇതാകുന്നത് വരെയും അവരോട് യുദ്ധം ചെയ്തുകൊള്ളുക. ഇത് ഇസ്ലാമിൻ്റെ ആഗോള വ്യാപനത്തെ സൂചിപ്പിക്കുന്നു. പ്രതിരോധത്തിൻ്റെ പരിധി കവിയുന്നു. ഇത് പ്രതിരോധമൊക്കെ വിട്ട് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എന്നാണ് ഗ്രൂസ് സാഹിബ് പറയണത്. അബ്ദുള്ള ബാസിൽ സാഹിബിന് എന്താ തോന്നുന്നത് എനിക്കറിയില്ല, ആലോചിച്ചാൽ മതി. 2:216 നിന്നോട് ഇഷ്ടമില്ലാത്ത ഒന്ന് യുദ്ധം നിനക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇത് യുദ്ധം ഒരു കടമയായി ചിത്രീകരിക്കുന്നു, ആക്രമണം നേരിടുന്നതിന് മാത്രമല്ല. മനസ്സിലായില്ലേ? ഇനി നേരത്തെ പറഞ്ഞത് ഖുർആനാണ്. ഇനി ഹദീസുകളുടെ തെളിവുകളാണ്. ഹദീസുകൾ ആക്രമണാത്മക ജിഹാദിനെ പിന്തുണയ്ക്കുന്നു. ഹദീസുകൾ കുറച്ച് ഐ ഡോണ്ട് ലൈക്ക് വയലൻസ് ലൈക്ക് മീ എന്ന് പറഞ്ഞ മാതിരിയാണ് പറയുന്നത്. ഇസ്ലാം സമാധാനമാണ്, പക്ഷേ സമാധാനം നമ്മളെ ബുക്കിലില്ല. ഓക്കെ. സഹീഹ് മുസ്ലിം 19:42-94 ഇങ്ങനെ പറയണത് ഗ്രൂക്ക് തന്നിട്ടുള്ള റെഫറൻസാണ്. മുഹമ്മദ് പറയുന്നു: ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, മനുഷ്യൻ അള്ളാഹു ഒരുവനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതുവരെ. ഇത് ഇസ്ലാമിൻ്റെ വ്യാപനത്തിനായുള്ള യുദ്ധത്തെ സൂചിപ്പിക്കുന്നു.
പ്രതിരോധമല്ല അവിടെ. അയാൾ മറ്റാൾ സാധനം പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, അല്ലെങ്കിൽ നമ്മൾ സൈസാക്കും. സഹീഹ് ബുഖാരി 4:52-50 ജിഹാദിൽ പങ്കെടുക്കുന്നവരാണ് ഏറ്റവും മികച്ചവർ, സൂപ്പർ മനുഷ്യരവരാണ്, ബാക്കി എല്ലാവരും ലേശം പോരാ, അത്ര ഓക്കെ എന്ന് മുഹമ്മദ് പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് യുദ്ധത്തെ ഒരു സദ്ഗുണമായി ഉയർത്തുന്നു. പ്രതിരോധത്തിൻ്റെ ആവശ്യകതയേയില്ല. നല്ലൊരു സാധനമാണ്. നമ്മൾ ചോറൊക്കെ വാങ്ങിക്കൊടുക്കുന്ന പോലെ യുദ്ധത്തിലിങ്ങനെ പങ്കെടുക്കുന്ന ഏറ്റവും സൂപ്പർ മനുഷ്യൻ. ഓക്കെ. ആദ്യകാല വ്യാഖ്യാതാക്കൾ തഫ്സീർ പ്രതിരോധത്തിൻ്റെ ഭാഗത്തെ പിന്തുണയ്ക്കുന്നില്ല. അവർ പ്രതിരോധമായിട്ടല്ല പറഞ്ഞു. ഇബ്നു കസീർ ഇങ്ങനെയാണ് പറഞ്ഞത് 14-ാം നൂറ്റാണ്ടിൽ 9:29 വ്യാഖ്യാനത്തിൽ ഇത് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ഇസ്ലാമിൻ്റെ കീഴിലാക്കാൻ ഉദ്ദേശിച്ചാണെന്ന് വ്യക്തമാക്കുന്നു. ഇബ്നു കസീർ സാഹിബ് ഗ്രൂക്ക് സാഹിബും കൂടെ ഒന്നിച്ചപ്പോൾ അബ്ദുള്ള ബാസിൽ സാഹിബിനെ തേക്കുന്നൊരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. പ്രതിരോധമല്ല, മതപരമായ ആധിപത്യമാണ് ലക്ഷ്യം. നമ്മളെ ലക്ഷ്യ ആധിപത്യമാണ്. തബരി ശ്രദ്ധിക്കണേ, തബരീൻ്റെ പല കഥകളുമുണ്ട്. ഓക്കെ. 9-ാം നൂറ്റാണ്ടിലുള്ള കുറച്ച് പഴയ ആളാണ്. 8:39 കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഇസ്ലാം എല്ലാ മതങ്ങളെ മറികടക്കണമെന്നാണ് അർത്ഥമെന്ന് പറയുന്നു. വിശ്വാസ വ്യാപനത്തിനുള്ള യുദ്ധം, ലാ ഇക്രാഹ ഫിദ്ദീൻ അവിടെ ചെറുതായിട്ട് തേഞ്ഞ പോലെ ഉണ്ട്. ഓക്കെ. ഇസ്ലാമിക മത നിയമഗ്രന്ഥങ്ങൾ, കുറച്ച് ഫിഖ്, നമുക്ക് കുറച്ച് കർമ്മശാസ്ത്രം അങ്ങോട്ട് പിടിക്കുക. ഫിഖ് ഗ്രന്ഥങ്ങൾ ആക്രമണ ജിഹാദിനെ ന്യായീകരിക്കുന്നുമുണ്ട്. ഹനഫി മദ്ഹബ് അൽ ഹിദായ എന്ന ഗ്രന്ഥത്തിൽ ജിഹാദ് ഇസ്ലാമിൻ്റെ മേധാവിത്വം സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചതാണെന്ന് പറയുന്നു. ഇത് പ്രതിരോധത്തിന് മാത്രമല്ല. ഓക്കെ. ഷാഫി മദ്ഹബ്, ഇമാം ഷാഫി അൽ ഉമ്മ് എന്ന ഗ്രന്ഥത്തിൽ മുസ്ലിം ഭരണാധികാരി എല്ലാ വർഷവും ഒരിക്കലെങ്കിലും ദാറുൽ ഹർബ് യുദ്ധമേഖല, അതായത് നോൺ മുസ്ലിം പ്രദേശങ്ങളിൽ ആക്രമിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. മൂപ്പർക്ക് കൊല്ലത്തിൽ ഈ പറഞ്ഞ മൗലൂദൊക്കെ ഒതുണമാതിരി ഇടയ്ക്കിടയ്ക്കൊരു ജിഹാദിനങ്ങ് പോകണം. എല്ലാവരും ഗുമ്മിട്ടില്ല. അങ്ങനെയാണ് ഇമാം ഷാഫി റഹിമഹുല്ല നമ്മൾ പലരും ഇപ്പോൾ ആധുനിക ആൾക്കാരൊക്കെ വിളിക്കുന്ന പേരാണ്. ലാദൻ സാഹിബിനെ വിളിക്കണം എന്നാണല്ലോ നമ്മളെ ഹമീസി പറഞ്ഞത്. ഓക്കെ. ഇനിയിപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഇപ്പോൾ എന്താ പറയണത് നോക്കാം. ചരിത്രം ഇതിൻ്റെ ഭാഗത്ത് നമ്മളെ വാദം ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുഹമ്മദിൻ്റെ യുദ്ധങ്ങൾ ഏതൊക്കെ യുദ്ധങ്ങൾ? ബദർ, ഇതൊക്കെ പ്രതിരോധം അല്ല എന്നാണ് ഗ്രൂക്ക് സാഹിബ് പറയണത്. അപ്പോൾ നമ്മളെ സുക്കൂർ സാഹിബ്, സമീർ സാഹിബും മുമ്പൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇത് പ്രതിരോധമാണെന്നൊക്കെ തള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നതല്ലാണ്ട് സുക്കൂർ സാഹിബ് ഒന്ന് പിടിച്ചിരുന്നോളേ. ഓക്കെ. തബൂക്ക് 630, ഗസാരിനുകൾക്കെതിരായുള്ള മൂത്ത യുദ്ധം 629 എന്നിവ പ്രതിരോധത്തിനപ്പുറം ഇസ്ലാമിൻ്റെ വ്യാപനത്തിനും അധികാര സ്ഥാപനത്തിനുമായിരുന്നു എന്നാണ് ഗ്രൂക്ക് സാഹിബ് പറയണത്. സുബ്ഹാനല്ലാഹ്. ഖലീഫമാർ ഉമർ ബിൻ ഖത്താബിൻ്റെ കീഴിലും പേർഷ്യയും ബൈസാൻഡിയം പ്രദേശങ്ങളും 634 മുതൽ 644 വരെ കീഴടക്കി. ഇത് ആക്രമണ യുദ്ധമായിരുന്നു. മുസ്ലിം അതിർത്തിക്ക് ഭീഷണിയില്ലാതെ നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ പോയിട്ടൊന്ന് സൈസാക്കിയതാണ് എന്നാണ് പറയുന്നത്. വല്ല കാര്യമുണ്ടേനോ ബാസിലേതിൻ്റെയൊക്കെ ആ കണ്ടിൻജൻസിയും മറ്റേ ഫിലോസഫി സാധനമൊക്കെ പിടിച്ചുകൊണ്ട് ഇത്ര പരുക്കുണ്ടാവില്ലേന്. നമുക്കിങ്ങനെ ആൾക്കാരെ കൺഫ്യൂഷനാക്കി ഇങ്ങനെ കൊണ്ടുപോയേന്. നെസസറി ബീയിങ് മറ്റേ സാധനം, എന്നിട്ട് പൂക്കട നടത്തുക, പൂക്കടയിൽ പൂക്കൾ കൊണ്ടുവയ്ക്കുക, അതിൻ്റെ ലീഫ് പറിച്ചെടുക്കുക, ഇമാതിരി പരിപാടി നല്ലത്. ആൾക്കാരിങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ എന്താ പറയണമെന്ന് ആർക്കും മനസ്സിലാവണ്ട, എന്നാലും സൂപ്പറാണ്, എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ തോന്നിയേന്. ഇതിപ്പോൾ എല്ലാം കൂടെ ഏറി പോകുന്നൊരവസ്ഥ. വല്ല കാര്യമുണ്ട്? ആൾക്കാർ ചെക്ക് ചെയ്യില്ലേ? ഇത് മലയാളത്തിൽ അടിച്ചോട്ടെ കിട്ടും പല സാധനങ്ങളും. വല്ല കാര്യമുണ്ട് ഇതിൻ്റെയൊക്കെ? ഉമയ്യദ് അബ്ബാസിദ് യുദ്ധങ്ങൾ, സ്പെയിന് 711, സിന്ധ് 712. സിന്ധ് നിങ്ങളെ തൊട്ടടുത്തായിട്ട് സിന്ധ് അറിയാലോ. ഓക്കെ, ഞാനത് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. എന്നിവയിലേക്കുള്ള വിജയങ്ങൾ പ്രതിരോധവുമായി ബന്ധമില്ല. എന്താണ്? വിശ്വാസവും സാമ്രാജ്യവും വ്യാപിപ്പിക്കുന്നതായിരുന്നു. ഒരു കോളനിവൽക്കരണത്തിലേക്ക് ഇസ്ലാം പോയ കഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി മൂപ്പര് അഭിപ്രായമാണ്. നിൻ്റെ നിരീക്ഷണം ശരിയാണ്. ആധുനിക പ്രതിരോധ മാത്രവാദം, ഖുർആൻ, ഹദീസ് വ്യാഖ്യാനങ്ങൾ, നിയമഗ്രന്ഥങ്ങൾ, ചരിത്രം എന്നിവയുമായി പൂർണ്ണമായി യോജിക്കുന്നില്ല. പ്രതിരോധ ജിഹാദ്, അതായത് ജിഹാദ് അദ്ദിഫ ഒരു ഘടകമാണ്. പക്ഷേ ആക്രമണ ജിഹാദ് ത്വലബ് ഇസ്ലാമിൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ പ്രധാന ഗ്രന്ഥങ്ങളിലും ചരിത്രത്തിലും വ്യക്തമാണ്. 2:190 പോലുള്ള വാക്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ 9:29, 8:39 പോലുള്ളവയെ അവർ തമസ്കരിക്കുന്നു. ചരിത്രത്തിൽ മുഹമ്മദും പിൻഗാമികളും അക്രമങ്ങൾ ആരംഭിച്ചത്, ഉദാഹരണം ഖുറൈശിൻ്റെ കാരവാനുകൾ, തബൂക്ക് പ്രതിരോധത്തിൻ്റെ അതിർവരമ്പ് കവിഞ്ഞതാണ്. ആധുനിക ന്യായീകരണം പലപ്പോഴും പാശ്ചാത്യ ലോകത്തിന് ഇസ്ലാമിനെ
സമാധാനപരം ആയി അവതരിപ്പിക്കാനുള്ള ശ്രമമാണ്. ചരിത്രപരമായോ ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ബാസിലെ, വല്ല കാര്യമുണ്ട് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ട് ഇതിന്? ഓക്കെ, ചരിത്രപരമായോ ഗ്രന്ഥപരമായോ പൂർണ്ണമായി സത്യസന്ധമല്ല. നിങ്ങളൊക്കെ നുണയാണ് പറയണത്. നുണ പറയല്ലേ ബാസിൽ, എങ്ങനെ ഉറുമ്പ് കടിക്കും. ഓക്കെ, ഇസ്ലാമിൻ്റെ യുദ്ധങ്ങൾ പ്രതിരോധവും ആക്രമണവും ഉൾപ്പെടുന്നു, രണ്ടുണ്ട്. മനസ്സിലായില്ലേ? ഇത് 7-ാം നൂറ്റാണ്ടിൻ്റെ സന്ദർഭത്തിൽ ഒരു മതരാഷ്ട്രീയ വ്യവസ്ഥ സ്ഥാപിക്കാനുള്ളതായിരുന്നു. നിൻ്റെ വാദം ശക്തമാണ്, പ്രതിരോധം മാത്രം എന്നത് ഒരു അർദ്ധസത്യം മാത്രം. അപ്പം ഇവിടെ മൊത്തത്തിൽ പ്രശ്നമാണല്ലോ വാസിലെ. ഇതെല്ലാം കൂടെ ഞാൻ ഇസ്ലാമോഫോബിയ പരത്തിയെന്നാവോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇസ്ലാമോഫോബിയ പരത്തിയെന്നാവോ? വല്ല കാര്യമുണ്ടോ? അതിൻ്റെ ചില സാധനമൊക്കെ അങ്ങനെ മാന്തി എടുക്കുക ചെയ്യുക. ഓക്കെ, ഇതിനൊന്നും ആവശ്യം നമുക്കും ഇല്ല ഇനി, പക്ഷേ എന്താണ് ചെയ്യുക? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ തോന്നുന്നു. അടുത്ത ചോദ്യം ഇതാണ്: ഇസ്ലാമിലെ മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങൾ എന്തെല്ലാം? ന്യായമായ ചോദ്യമല്ലേ അല്ലേ ബസ്സിലെ? നമുക്ക് അതും കൂടെ അറിയേണ്ടതില്ലേ? അങ്ങനെ ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ചോദ്യത്തിന് ഒരു മറുപടി ഇങ്ങനെ പറയുന്നത്: മനുഷ്യത്വ വിരുദ്ധം എന്നത് ആധുനിക മനുഷ്യാവകാശ മാനദണ്ഡങ്ങൾ, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് ലംഘിക്കുന്നതായി കണക്കാക്കാവുന്നവയെ സൂചിപ്പിക്കുന്നതായി ഞാൻ കരുതുന്നു. ഞാൻ ഇത് ഖുർആൻ, ഹദീസ്, ഇസ്ലാമിക നിയമം, ചരിത്രം എന്നിവയെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യാം. വസ്തുനിഷ്ഠമായി, മലയാളത്തിൽ വസ്തുനിഷ്ഠമായിട്ട് ഉപര് പറയുകയാണ്. കാരണം ആധുനിക മനുഷ്യാവകാശ മാനദണ്ഡങ്ങൾ, അതാണല്ലോ നമ്മളെ മാനദണ്ഡം. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ലയെന്ന് വിചാരിക്കുന്നു ബാസിലല്ലേ. ഏത് കാലഘട്ടത്തിലേക്കും യോജിച്ചതാണല്ലോ ഇസ്ലാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് മതപരിത്യാഗത്തിനുള്ള മരണശിക്ഷ, മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒന്നാമത്തെ കാര്യമാണ്. ഉറവിടം ഹദീസ് സഹീഹ് ബുഖാരി 9:84-57. ആരെങ്കിലും തൻ്റെ മതം മാറ്റിയാൽ അവനെ കൊല്ലുക. മുഹമ്മദ് ഒരു മതപരിത്യാഗിയെ അബ്ദുല്ലാഹിബിനു സഅദ് കൊല്ലാൻ ഉത്തരവിട്ടതിൻ്റെ ചരിത്രവുമുണ്ട്. ഇബ്നു ഹിഷാം. നിയമമാണ് പറഞ്ഞത്. ഫിഖ് പണ്ഡിതന്മാർ 4 മദ്ഹബുകളും ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി ഇത് അംഗീകരിക്കുന്നു. പുരുഷന്മാർക്ക് മരണം, സ്ത്രീകൾക്ക് ജയിൽ അല്ലെങ്കിൽ പശ്ചാത്താപം വരെ ശിക്ഷ. മനുഷ്യത്വ വിരുദ്ധത, മതപരിത്യാഗികൾക്കെതിരെയുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള സാധനമാണ്. മതസ്വാതന്ത്ര്യത്തിൻ്റെ, അതായത് UN മനുഷ്യാവകാശ പ്രഖ്യാപനം ആർട്ടിക്കിൾ 18 പ്രകാരം ലംഘനമാണ്. എന്താണ്? വിശ്വാസം തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നതാണ് ഈ പറഞ്ഞ മതപരിത്യാഗത്തിനുള്ള മരണശിക്ഷ. രണ്ടാമത്തെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പോയിന്റ് ദാസ്യ വ്യവസ്ഥയുമായുള്ള അംഗീകാരം, അടിമത്ത വ്യവസ്ഥയുടെ അംഗീകാരം. ഉറവിടം ഇതാണ്: ഖുർആൻ 4:24, 23:6. യുദ്ധത്തടവുകാരായി സ്ത്രീകളുമായി നിന്റെ വലങ്കൈ ഉടമപ്പെടുത്തിയവർ ലൈംഗികമായ ബന്ധം അനുവദിക്കുന്നു. 33:50. മുഹമ്മദിന് ഇത് വ്യക്തമായി അനുവദിക്കുന്നു. മനസ്സിലായല്ലേ? മുഹമ്മദിന് ആക്കി കൊടുത്ത സംഭവമാണ്. അടിമകളെ കീഴ്പ്പെടുത്തി കൊടുത്ത സാധനം 33:50 ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ചരിത്രത്തിൽ ഈ പറഞ്ഞ അടിമത്തത്തിനെ കുറിച്ചുള്ള റെഫറൻസാണ്. മുഹമ്മദ് ബനു ഖുറൈസയിൽ നിന്ന് സ്ത്രീകളെ അടിമകളാക്കി. സഹീഹ് മുസ്ലിം 19:43-70. ഉമയ്യദ് അബ്ബാസി യുഗങ്ങളിൽ അടിമ വ്യാപാരം തഴച്ചു. മനുഷ്യത്വ വിരുദ്ധത, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും അന്തസ്സും നിഷേധിക്കുന്നു. യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരെ സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കുന്നത് ആധുനിക ധാർമ്മികതയോട് യോജിക്കുന്നതല്ല. ഈ അടിമത്തത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ഡിബേറ്റ് പെൻഡിങ് ഉണ്ട്. ബാസിൽ മറന്നു പോയതാണ്. ബാസിൽ ഇപ്പോൾ തൽക്കാലം ഗ്രൂപ്പിനെ ഇറക്കിയിട്ടാണ്, കുഴപ്പമില്ല, അതൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പോയിൻ്റാണ് സ്ത്രീകളോടുള്ള വിവേചനം. അതിൻ്റെ ഉറവിടമായിട്ട് കാണുന്നത് ഖുർആൻ 4:34. നിൻ്റെ ഭാര്യമാർ അനുസരണക്കേട് കാണിച്ചാൽ അവരെ ഉപദേശിക്കുക, അവരെ കിടപ്പറയിൽ ഉപേക്ഷിക്കുക, അവരെ അടിക്കുക. 2:282. ഒരു പുരുഷൻ്റെ സാക്ഷ്യം 2 സ്ത്രീകളോട് തുല്യം. സ്ത്രീകളോടുള്ള വിവേചനമാണ് പറയുന്നത്. ഹദീസ് സഹീഹ് ബുഖാരി 1:6-301. സ്ത്രീകളുടെ ബുദ്ധിയിലും മതത്തിലും കുറവ് മുഹമ്മദ് പറഞ്ഞതായി രേഖപ്പെടുത്തുന്നു. സ്ത്രീകൾക്ക് ബുദ്ധി കുറവാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മളെ കാന്തപുരം സാഹിബ് ഇത് സാധനം ബുദ്ധി കട്ടി കുറവാന്ന് പറഞ്ഞത് വീഡിയോ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിയമം: പുരുഷന് 4 ഭാര്യമാർ അനുവദനീയം. 4 സൂറത്തുൻ നിസായിലെ 3-ാമത്തെ വചനമാണ് റെഫറൻസായിട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ സ്ത്രീക്ക് ബഹുഭർത്തൃത്വം ഇല്ല. വിവാഹമോചനം പുരുഷന് എളുപ്പം, സ്ത്രീക്ക് ബുദ്ധിമുട്ട്. ഈസി ആയിട്ട് പുരുഷന് ഒരു സ്ത്രീയെ വിവാഹമോചനം നടത്താം, സ്ത്രീകൾക്ക് അത് ബുദ്ധിമുട്ടാണ്, കുറച്ച് പ്രയാസമാണ്. അതൊന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, മനുഷ്യത്വ വിരുദ്ധത,
ഇതിൽ മനുഷ്യത്വ വിരുദ്ധം എന്താണ്? ലിംഗസമത്വത്തിൻ്റെ ആർട്ടിക്കിൾ 2 UN ലംഘനമാണിത്. ശാരീരിക ശിക്ഷയും സാക്ഷ്യത്തിലെ അസമത്വവും സ്ത്രീകളെ താഴ്ത്തുന്നു. ഓക്കെ, ഇനി അടുത്ത സംഭവം ശാരീരിക ശിക്ഷകളാണ്, മനുഷ്യത്വരഹിതമായിട്ടുള്ള ശിക്ഷകളാണ്. ഇതിന് ഉറവിടമായിട്ട് കാണുന്നത് ഖുർആനിലെ 5:38 കള്ളന്മാർക്ക് കൈ മുറിക്കുക, 24:2 വ്യഭിചാരത്തിന് 100 അടി. ഹദീസ് സ്വഹീഹ് മുസ്ലിം 17:42-06 വിവാഹിതരായ വ്യഭിചാരികൾക്ക് കല്ലെറിഞ്ഞു കൊല്ലുക, അവിടെ മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു ശിക്ഷയായിട്ട് കാണുന്നത്. ചരിത്രത്തിൽ മുഹമ്മദിൻ്റെ കാലഘട്ടത്തിൽ ഈ ശിക്ഷകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഉദാഹരണം മയീസ് ബിനു മാലിക്കിനെ കല്ലെറിയൽ. മനുഷ്യത്വ വിരുദ്ധത, ഇതിലെ മനുഷ്യത്വ വിരുദ്ധത എന്താണ്? ക്രൂരവും മനുഷ്യത്വരഹിതവുമായിട്ടുള്ള ശിക്ഷ. UN ആർട്ടിക്കിൾ 5 അടിസ്ഥാനത്തിൽ ആധുനിക നീതി പുനരധിവാസത്തെ ലക്ഷ്യമിടുമ്പോൾ ഇത് ശാരീരിക നാശത്തെ ഉറപ്പാക്കുന്നു. 5 ന്യൂനപക്ഷങ്ങളോടുള്ള വിവേചനം. അടുത്ത മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഇസ്ലാമിൻ്റെ കാര്യങ്ങളാണ്. ഉറവിടം ഖുർആൻ 9:29 ജൂതന്മാരും ക്രിസ്ത്യാനികളും ജിസിയ നൽകി താഴ്ന്ന നിലയിൽ ജീവിക്കണം. അത് ന്യൂനപക്ഷങ്ങളോടുള്ള വിവേചനമാണ്. നിയമം ദിമ്മി നിയമങ്ങൾ. നോൺ മുസ്ലിങ്ങൾക്ക് പള്ളി പണിയാൻ പാടില്ല, മുസ്ലിം സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല, പൊതു സ്ഥാനങ്ങൾ വഹിക്കാൻ പാടില്ല. അതായത് നമ്മൾ ഉമറിൻ്റെ മറ്റേ ട്രീറ്റി ഉണ്ടല്ലോ, അതാണ് റെഫറൻസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ചരിത്രത്തിൽ ഉമയ്യദ് അബ്ബാസിഡ് കാലഘട്ടത്തിൽ ജിസിയ നിർബന്ധമാക്കി. ചിലപ്പോൾ ഉദാഹരണത്തിന് 1066 ഗ്രനാഡ ന്യൂനപക്ഷങ്ങൾക്കെതിരെ കലാപം. ഇനിയിലെ മനുഷ്യത്വ വിരുദ്ധത എന്താണ്? മതസമത്വത്തിൻ്റെ ലംഘനമാണിത്. ന്യൂനപക്ഷങ്ങളെ 2ാം തരം പൗരന്മാരാക്കുന്നു. ഇസ്ലാമിക രാജ്യത്തിലുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള സമൂഹത്തോട് അവരെ 2ാം തരം പൗരന്മാരായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അതിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് ഇവിടെ ഗ്രൂക്ക് സാഹിബ് പറഞ്ഞിട്ടുള്ളത്. ഇനി 6ാമത്തെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള സംഭവങ്ങൾ ആക്രമണ യുദ്ധം, ജിഹാദ്. ഖുർആന് 8:39 9:29 നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇസ്ലാമിൻ്റെ ആധിപത്യത്തിനായിട്ടുള്ള യുദ്ധം. ഹദീസ് സഹീഹ് മുസ്ലിം 19:42-94 മനുഷ്യർ മുഴുവനും ഇസ്ലാം സ്വീകരിക്കുന്നവരെ യുദ്ധം ചെയ്യണം. ചരിത്രത്തിൽ തബൂക്ക് 630 തബൂക്കിൽ പേർഷ്യൻ ബൈസാൻഡിയൻ കീഴടക്കലുകൾ 634-644 പ്രതിരോധമല്ല വ്യാപനമാണ് ലക്ഷ്യമാക്കുന്നത്. മനുഷ്യത്വ വിരുദ്ധ ആക്രമണ യുദ്ധം, അതായത് ജിഹാദ് ത്വലബ്, സമാധാനപരമായ സഹവർത്തിത്വത്തിന് എതിരാണ്. യുദ്ധത്തടവുകാരുടെ ദുരുപയോഗവും ഉൾപ്പെടുന്നു. ഇനി അടുത്ത 7ാമത്തെ മനുഷ്യത്വ വിരുദ്ധയായിട്ട് ഗ്രൂക്ക് സാഹിബ് കാണുന്നത് സ്വവർഗരതിക്കുള്ള ശിക്ഷയാണ്, ഹോമോസെക്ഷാലിറ്റിക്കുള്ള ശിക്ഷ. ഉറവിടം ഹദീസ് അബൂദാവൂദ് 44:62 സോഡമി ചെയ്യുന്നവരെ കൊല്ലുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഖുർആന് 7:80-84 വരെ ലൂത്തിൻ്റെ ജനതയെ ശിക്ഷിച്ചതിനെ പരാമർശിക്കുന്നുണ്ട്. ഇത് നിയമം നമ്മൾ ഫിഖ് പറയണത് എന്താണ്? ഷാഫി ഹംബലി മദ്ഹബുകൾ മരണം നിർദ്ദേശിക്കുന്നു, ഹനഫിയിൽ ജയിൽ ശിക്ഷയാണ്. ഇതിൽ മനുഷ്യത്വ വിരുദ്ധയാണ് പറയുന്നത്. വ്യക്തിഗത സ്വാതന്ത്ര്യത്തിൻ്റെയും ലൈംഗിക സ്വയം നിയന്ത്രണത്തിൻ്റെയും ആർട്ടിക്കിൾ 12 ലംഘനമാണ്. ഇത് മൊത്തത്തിൽ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഇവയെ മനുഷ്യത്വ വിരുദ്ധം എന്ന് വിളിക്കുന്നത് ആധുനിക മനുഷ്യാവകാശ ദർശനത്തിൽ നിന്നാണ്. 7ാം നൂറ്റാണ്ടിൻ്റെ സന്ദർഭത്തിൽ ഇവ മതരാഷ്ട്രീയ ക്രമം നിലനിർത്താൻ ഉദ്ദേശിച്ചതായിരുന്നു. അക്കാലത്തെ മറ്റു സംസ്കാരങ്ങളും ബൈസാൻഡിയം, പേർഷ്യ സമാനമായിരുന്നു. പക്ഷേ ഇന്നത്തെ മാനദണ്ഡങ്ങളിൽ സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് ഇവ വിമർശനത്തിന് വിധേയമാണ്. വ്യക്തിയവകാശങ്ങളെ പരിമിതപ്പെടുത്തുന്നു, ശിക്ഷകൾ ക്രൂരമാണ്, വിവേചനം ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ അഭിപ്രായം പറയുന്നുണ്ട്, ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളിലും ചരിത്രത്തിലും മനുഷ്യത്വ വിരുദ്ധമായി തോന്നാവുന്ന ഘടകങ്ങളുണ്ട്. മതപരിത്യാഗ ശിക്ഷ മുതൽ ദാസ്യം, അടിമത്തം, ലിംഗവിവേചനം, യുദ്ധം വരെ. ഇവയെ ന്യായീകരിക്കാൻ സന്ദർഭം എന്ന് പറയും, പക്ഷേ ആധുനിക ലോകത്ത് അവ സ്വീകാര്യമല്ലാത്തതിൻ്റെ അടിസ്ഥാനം വ്യക്തമാണ്. ഇതാണ് ഗ്രൂക്ക് പറയുന്നത്. അപ്പോൾ ഈ ശരിക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ വളരെ ക്ലാരിറ്റി ഉള്ളൊരു സാധനമാണ്. നമ്മൾ ആധുനിക ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൻ്റെ നമ്മളിവിടെ സാധാരണ എക്സ് മുസ്ലിങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഗ്രൂക്ക് സാഹിബും പറയുന്നുണ്ട്. ഇപ്പോൾ ഗ്രൂക്ക് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ ഗ്രൂക്ക് സാഹിബിൻ്റെ ഇത്രയും മതത്തിൻ്റെ മനുഷ്യത്വ വിരുദ്ധതയെക്കുറിച്ച് ഇത്രയും പോയിൻ്റുകൾ പറഞ്ഞപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എപ്പോഴും വിമർശനത്തിന് വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും, കുറേ കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല ഒരുവിധം കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം. വീണ്ടും ഞാൻ അബ്ദുള്ള ബാസിനോട് ചോദിക്കുകയാണ്, ആ കണ്ടിൻജൻസിയും കലാം കോസ്മോളജിയൊക്കെ പിടിച്ചാൽ പോരായിരുന്നോ ബാസിലെ? വല്ല കാര്യമുണ്ട് ഇതിൻ്റെയൊക്കെ? ആലോചിക്കുന്നത് നല്ലതാണ്. ഇനി അടുത്ത നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്, ഈ മനുഷ്യത്വ വിരുദ്ധതകൾ
എല്ലാം ആധുനിക കാലഘട്ടത്തിലും ഇസ്ലാം മത പാഠശാലകളിൽ അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നുമുണ്ട്. ഇതൊരു സാമൂഹികമായ അപകട സൂചനയല്ലേ? ഇതായിരുന്നു ചോദ്യം. മൂപ്പര് മറുപടി ഇങ്ങനെയാണ്: ഞാൻ ഇത് വസ്തുനിഷ്ഠമായി തെളിവുകളോടെ പരിശോധിക്കാം. മലയാളത്തിൽ ആധുനിക ഇസ്ലാമിക പാഠശാലകളിൽ പഠിപ്പിക്കുന്നത്, മതപാഠശാലകൾ എന്നതുകൊണ്ട് ഈ മദ്രസകൾ, ദർസുകൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിലെ ഔപചാരിക ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ഖുർആൻ, ഹദീസ്, ഫിഖ്ഹ്, നിയമം, അതായത് കർമ്മശാസ്ത്രം എന്നിവ പഠിപ്പിക്കപ്പെടുന്നു, പലപ്പോഴും പരമ്പരാഗത വ്യാഖ്യാനങ്ങളോടെ. അതിലൊന്നാമത്തത് മതപരിത്യാഗ ശിക്ഷയാണ്. സഹീൽ ബുഖാരി 984-57 പോലുള്ള ഹദീസ് പല മദ്രസകളിലും പഠിപ്പിക്കുന്നുണ്ട്. സൗദി, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇത് ഔദ്യോഗികമായി ഫിഖിഹിൻ്റെ ഭാഗമാണ്. ഷാഫി, ഹംബലി പാഠപദ്ധതികൾ ഇപ്പോഴും ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ ദാസ്യം, ഖുർആൻ 4:24, 23:6 പോലുള്ള വാക്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ ചരിത്രപരം എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഐസിസ് പോലുള്ളവർ, ഇവിടെ ഐസിസ് കാണിക്കുന്നുണ്ട്, നമ്മളെ പല ആൾക്കാരും ഐസിസ് ഇതിൽ പെടുന്നതല്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഗ്രൂക്ക് സാഹിബ് ഐസിസിനെ കൂട്ടിയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 2014 യസീദി സ്ത്രീകളെ അടിമകളാക്കി. ഇത് അക്ഷരാർത്ഥത്തിൽ എടുത്തത് പഠനത്തിൻ്റെ ഫലമാണ്. ഐസിസ് ഇസ്ലാമിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യസീദി സ്ത്രീകളെ അടിമകളാക്കി പിടിച്ചത് എന്നാണ് ഗ്രൂക്ക് സാഹിബ് പറയുന്നത്. സ്ത്രീ വിവേചനം 4:34, ഭാര്യമായ അടിക്കൽ പല മദ്രസകളിലും കുടുംബക്രമം എന്ന നിലയിൽ ന്യായീകരിക്കപ്പെടുന്നു. ഉദാഹരണം, പാകിസ്ഥാനിലെ ദാറുൽ ഉലൂം പാഠ്യപദ്ധതി സ്ത്രീ സാക്ഷ്യത്തിൻ്റെ അസമത്വം 2:282 പഠിപ്പിക്കപ്പെടുന്നു. ശാരീരിക ശിക്ഷ 5:38 കൈമുറിക്കൽ സൗദിയിലെ വഹാബി പാഠശാലകളിൽ ഇപ്പോഴും ന്യായമായി പഠിപ്പിക്കപ്പെടുന്നു. ഇപ്പോഴത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. 2022 27 കേസുകൾ അംനസ്റ്റി ഇൻ്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂനപക്ഷ വിവേചനം 9:29 ജിസിയ ഇസ്ലാമിക ഭരണത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇറാനിലും പാകിസ്ഥാനിലും ദിമ്മി നിയമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ജിഹാദ് 8:29 9:29 പോലുള്ളവ പഠിപ്പിക്കപ്പെടുന്നു. പലപ്പോഴും ആത്മീയ ജിഹാദ് എന്ന് വ്യാഖ്യാനിക്കുമെങ്കിലും താലിബാൻ, അൽ ഖ്വയ്ദ പോലുള്ളവർ ആക്രമണ ജിഹാദിനെ പിന്തുണയ്ക്കാൻ ഇത് ഉപയോഗിക്കുന്നു. മനസ്സിലായല്ലേ? എല്ലാ പാഠശാലകളും ഇവ അക്ഷരാർത്ഥത്തിൽ പഠിപ്പിക്കുന്നില്ല. ഉദാഹരണം, ഇന്ത്യയിലെ ചില മദ്രസകൾ സന്ദർഭപരം എന്ന് പറഞ്ഞ് മയപ്പെടുത്തുന്നു. പക്ഷേ സൗദി, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ പരമ്പരാഗത വ്യാഖ്യാനം ശക്തമാണ്. അപ്പം അതിൻ്റെ മറുപടി അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെയാണ്: സാമൂഹിക അപകടന സൂചനയാണോ എന്ന ചോദ്യത്തിന് ഇത് അപകടന സൂചനയായി കാണാമെന്നത് ഇങ്ങനെ വിലയിരുത്താം. അസഹിഷ്ണുത വളർത്തൽ, മതപരിത്യാഗ ശിക്ഷ, ജൂത ക്രിസ്ത്യൻ വിരുദ്ധത 5:82 ഹദീസ് 41, 69, 85 എന്നിവ പഠിപ്പിക്കുന്നത് മതേതര സമൂഹത്തിൽ വിഭാഗീയതയും ശത്രുതയും വളർത്തും. പാകിസ്ഥാനിലെ മതനിന്ദാ നിയമം 295C 1986 ശേഷം 1500+ കേസുകൾ മദ്രസ പഠനത്തിൻ്റെ സ്വാധീനം വ്യക്തമാണ്. ക്രൂരതയുടെ ന്യായീകരണം, കൈമുറിക്കൽ, കല്ലെറിയൽ എന്നിവ പഠിപ്പിക്കുന്നത് യുവാക്കളിൽ ക്രൂരതയെ ദൈവനീതിയായി കാണാൻ ഇടയാക്കും. സൗദിയിൽ 2023 194 വധശിക്ഷകളാണ്. ഹ്യൂമൻ റൈറ്റ് വാച്ചിൻ്റെ ഇത് പഠനവുമായി ബന്ധപ്പെട്ടതാണ്. വിവേചനത്തിൻ്റെ സ്ഥാപനവൽക്കരണം, സ്ത്രീകളും ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ നിയമങ്ങൾ പഠിപ്പിക്കുന്നത് അസമത്വത്തെ സാധാരണമാക്കുന്നു, നോർമലൈസ് ചെയ്യപ്പെടുന്നു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ 2021 മുതൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസം നിരോധിച്ചത് മദ്രസ പഠനത്തിൻ്റെ ഫലമാണ്. ആക്രമണാത്മകതയുടെ വിത്താണ് അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത്. ജിഹാദിൻ്റെ ആക്രമണ വ്യാഖ്യാനം പഠിപ്പിക്കുന്നത് തീവ്രവാദത്തിന് വഴിയൊരുക്കാം. ഉദാഹരണം, 9/11 പിന്നിൽ അൽ ഖ്വയ്ദയുടെ ആശയങ്ങൾ സൗദി വഹാബി പാഠശാലകളിൽ നിന്ന് ഉയർന്നവയാണ്. ഇതിന് എതിർവാദങ്ങളുണ്ട്. ചില മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നു ഈ പഠനങ്ങൾ സന്ദർഭപരം മാത്രമാണ്, ആധുനിക കാലഘട്ടത്തിൽ പ്രയോഗിക്കേണ്ടതല്ല. ഉദാഹരണം, ഇന്തോനേഷ്യയിലെ നെഹ്ദിലത്തുൽ ഉലമ പോലുള്ള സംഘടനകൾ മതേതരത്വത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. എല്ലാ മദ്രസകളും തീവ്രവാദം പഠിപ്പിക്കുന്നില്ല. പലതും സമാധാനപരവും സഹിഷ്ണുതയും ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ദാറുൽ ഉലൂം ദേവ്ബന്ദ് അങ്ങനെ പഠിപ്പിക്കുന്നില്ലെന്നാണ് ഗ്രൂക്ക് പറയുന്നത്. പക്ഷേ അത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. അഭിപ്രായം, നിൻ്റെ ആശങ്ക ശരിയാണ്, നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശങ്ക ശരിയാണെന്നാണ് ഗ്രൂക്ക് പറയുന്നത്. ഈ മനുഷ്യത്വ വിരുദ്ധ ഘടകങ്ങൾ ആധുനിക കാലഘട്ടത്തിലും അക്ഷരാർത്ഥത്തിൽ പഠിപ്പിക്കപ്പെടുന്നത് സാമൂഹിക അപകട സൂചനയാണ്. ഇത് അസഹിഷ്ണുത, വിവേചനം, ക്രൂരത എന്നിവയെ ന്യായീകരിക്കാൻ ഇടയാക്കുന്നു.
പ്രത്യേകിച്ച് മതേതര ജനാധിപത്യ സമൂഹങ്ങളിൽ. പക്ഷേ അപകടത്തിൻ്റെ തോത്, സ്ഥലം, വ്യാഖ്യാനം, നടപ്പിലാക്കൽ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. എല്ലാ മുസ്ലിങ്ങളും സമൂഹങ്ങളും ഇത് തീവ്രമായി എടുക്കുന്നില്ല. എന്നാലും പാഠ്യപദ്ധതി പരിഷ്കരിക്കാതെ ഇത് ഒരു വെല്ലുവിളിയായി തുടരും. ഇതൊക്കെ ഇപ്പോഴും പഠിപ്പിക്കുന്നത് എന്താണ്? സമൂഹത്തിന് അപകടകരമല്ലേ എന്നുള്ള ചോദ്യത്തിന് ഗ്രൂപ്പ് എന്നുള്ള മറുപടി. അബ്ദുള്ള ബാസിൽ ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇനി അടുത്ത ചോദ്യമായിട്ട് നമ്മൾ ഉന്നയിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. ആക്രമണ ജിഹാദു ത്വലബിനെ കുറിച്ചാണ്. ആക്രമണ ജിഹാദിനെ അംഗീകരിക്കുന്നവർക്ക് ശക്തി കൈവന്നാൽ സമാധാന അന്തരീക്ഷം തകർക്കാൻ സാധ്യതയില്ലേ? അതൊരു സാമൂഹിക ഭീഷണിയല്ലേ എന്നുള്ളതാണ്. അതിന് മറുപടിയായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഇതിന് യുക്തിപരവും ചരിത്രപരമായിട്ടുള്ള വിശകലനം ചെയ്യാം മലയാളത്തിൽ. അക്രമ ജിഹാദിൻ്റെ സ്വഭാവം. അക്രമ ജിഹാദ് എന്നത് ഇസ്ലാമിൻ്റെ വ്യാപനത്തിനോ ആധിപത്യത്തിനോ വേണ്ടി പ്രതിരോധ ആവശ്യമില്ലാത്ത യുദ്ധം ആരംഭിക്കുന്നതാണ്. ഖുർആൻ 9:29, 8:39, ഹദീസ് സഹീഹ് മുസ്ലിം 19:42, 94 എന്നിവ അടിസ്ഥാനം. ഇത് അംഗീകരിക്കുന്നവർ ആക്രമണത്തെ ഒരു മതപരമായ കടമയായി കാണുന്നു. മുസ്ലിങ്ങൾക്ക് ഭീഷണിയില്ലെങ്കിലും ദാറുൽ ഹർബ്, നോൺ മുസ്ലിം പ്രദേശങ്ങൾ ആക്രമിക്കാം. ശക്തി കൈവന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ ഇതിന് ഒരു സബ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ചരിത്രവും ആധുനിക ഉദാഹരണങ്ങളും നോക്കാം. ചരിത്രപരം. ഉമർ ബിനുൽ ഖത്താബ് 634 മുതൽ 644 വരെ CE പേർഷ്യ ബൈസാൻഡിയൻ പ്രദേശങ്ങൾ കീഴടക്കി. മുസ്ലിങ്ങൾക്ക് നേരിട്ട് ആക്രമണം ഉണ്ടായിരുന്നില്ല. ആക്രമണ ജിഹാദ് സാമ്രാജ്യത്വ വ്യാപനത്തിന് ഉപയോഗിച്ചു. സമാധാനം തകർത്തു. പക്ഷേ ഒരു പുതിയ ക്രമം സ്ഥാപിച്ചു. സംഭവകനാണെങ്കിൽ ഒരു പുതിയൊരു സാധനം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഉമയ്യദ് കാലം CE 711 സ്പെയിൻ കീഴടക്കൽ. വിസിഗോത്തുകൾ മുസ്ലിങ്ങൾക്ക് ഭീഷണിയല്ലായിരുന്നു. ആക്രമണം പ്രാദേശിക സമാധാനം തകർത്തു. ആധുനിക ഉദാഹരണങ്ങൾ. ISIS 2014 മുതൽ 2019 വരെ. ആക്രമണ ജിഹാദിനെ അംഗീകരിച്ച് ശക്തി കൈവന്നപ്പോൾ ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിൽ ഖിലാഫത്ത് സ്ഥാപിച്ചു. യസീദികൾക്കെതിരെ വംശഹത്യ, 3000-ൽ പരം മരണങ്ങൾ UN റിപ്പോർട്ട് ചെയ്തതാണ്. ബാഗ്ദാദ് ബോംബിംഗ് 2016, 300-ലധികം മരണം. സമാധാനം പൂർണ്ണമായും തകർത്തു. താലിബാൻ 1996 മുതൽ 2001, പിന്നെ 2021 മുതൽ ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ശക്തി കിട്ടിയപ്പോൾ ആക്രമണ ജിഹാദ് ആശയം ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങൾ, അതായത് ഹസാരകൾ, സ്ത്രീകൾ എന്നിവരെ അടിച്ചമർത്തി. സമാധാന അന്തരീക്ഷം നഷ്ടമാക്കി. അൽ-ഖ്വയ്ദ 9/11 2001, 2977 മരണമാണ് ഉണ്ടായിട്ടുള്ളത് പോലുള്ള ആക്രമണ ജിഹാദിൻ്റെ ആശയം ലോകവ്യാപകമായി അസ്ഥിരത സൃഷ്ടിച്ചു. സാധ്യത വിലയിരുത്തൽ ഇങ്ങനെയാണ്. സാധ്യതയുണ്ട്. ആക്രമണ ജിഹാദിനെ അംഗീകരിക്കുന്നവർക്ക് ശക്തി, രാഷ്ട്രീയ, സൈനിക, സാമൂഹിക ശക്തി കിട്ടിയാൽ അവർ ആക്രമണം ഒരു ന്യായമാർഗമായി ഉപയോഗിക്കാൻ ഇടയുണ്ട്. ചരിത്രത്തിൽ ഇത് പ്രദേശങ്ങൾ കീഴടക്കാൻ ഉപയോഗിച്ചു. ആധുനിക കാലഘട്ടത്ത് ISIS, താലിബാൻ പോലുള്ളവർ ഇത് സമാധാനം തകർക്കാൻ എടുത്തു. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. ചിലർ ആശയം വിശ്വസിച്ചാലും പ്രായോഗികമായി നടപ്പിലാക്കാൻ ശക്തിയോ ഉദ്ദേശമോ ഇല്ലെങ്കിൽ സമാധാനം തകരില്ല. ഉദാഹരണം, മലേഷ്യയിലെ മിതവാദി മുസ്ലിങ്ങൾ ആക്രമണ ജിഹാദിനെ പഠിക്കുന്നുണ്ടെങ്കിലും അവർ സമാധാനപരമായി ജീവിക്കുന്നു. അത് നമ്മുടെ അഭിപ്രായം. അതിനെല്ലാവരും ചെയ്യണമെന്നില്ല. വളരെ കുറഞ്ഞ ടീമേ അത് ചെയ്യുള്ളൂ. പക്ഷേ അത് ചെയ്യുമ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ ഈ പുസ്തകത്തിലുണ്ടായതുകൊണ്ട് അത് സമൂഹത്തിന് ഈ പറഞ്ഞ ഇത് നടപ്പിലാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന് അപകടകരമായിട്ട് ഭവിക്കാൻ സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഗ്രൂപ്പും പറയുന്നത്. സാമൂഹിക ഭീഷണിയാണോ എന്ന ചോദ്യത്തിന് അതെ, ഒരു പരിധിവരെ സാമൂഹിക ഭീഷണിയാണ്. അക്രമ സാധ്യത. ശക്തി കൈവന്നാൽ അക്രമ ജിഹാദിൻ്റെ ആശയം ന്യൂനപക്ഷങ്ങൾ, മതേതര സമൂഹങ്ങൾ അല്ലെങ്കിൽ ദാറുൽ അൽ ഹർബ് എന്ന് കരുതുന്നവർക്കെതിരെ തിരിയാം. ISIS, താലിബാൻ ഉദാഹരണങ്ങൾ. വിഭാഗീയത. ഇത് പഠിപ്പിക്കപ്പെടുന്നത് സമൂഹത്തിൽ നാം വേഴ്സസ് അവർ മനോഭാവം വളർത്തും. ഉദാഹരണം, പാകിസ്ഥാനിൽ മദ്രസകൾ ഹിന്ദു ക്രിസ്ത്യൻ വിരുദ്ധത വളർത്തുന്നു. 2022 171 മതനിന്ദാ കേസുകളാണ് USCIRF റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അസ്ഥിരത ഉണ്ടാകും. എന്താണ് പറയുന്നത്? അസ്ഥിരതയ്ക്ക് ആധുനിക ജനാധിപത്യ സമൂഹങ്ങളിൽ ഇത് നിയമവാഴ്ചയെയും സഹവർത്തിത്വത്തെയും വെല്ലുവിളി. ഉദാഹരണത്തിന് ലണ്ടൻ 7/7 ലണ്ടൻ ബോംബിംഗ്, 52 മരണം. പക്ഷേ സന്ദർഭം പ്രധാനം. എല്ലാ വിശ്വാസികളും ശക്തി കിട്ടിയാൽ ആക്രമണം അയച്ചുവിടില്ല. ഇന്തോനേഷ്യയിൽ ഉള്ള എക്സാമ്പിളാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണ്. ഭരണകൂടം ജനാധിപത്യപരമാണ്. ആക്രമണ ജിഹാദ് പഠിപ്പിക്കപ്പെട്ടാലും അവർ സമാധാനം നിലനിർത്തിയിട്ട് എല്ലാവരും ചെയ്യുന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കും ഇല്ലെന്നാണ് പറയുന്നത്.
ഇതിൻ്റെ വാദം ശരിയാണ്. മൂപ്പര് അഭിപ്രായം പറയുകയാണ്, ഈ ഗ്രൂക്ക് സാഹിബിൻ്റെ അഭിപ്രായം എന്താണ്? ഇതിൻ്റെ വാദം ശരിയാണ്. അക്രമ ജിഹാദിനെ അംഗീകരിക്കുന്നവർ ശക്തി കൈവന്നാൽ സമാധാന അന്തരീക്ഷം തകർക്കാൻ സാധ്യതയുണ്ട്. അത് സാമൂഹിക ഭീഷണിയായി മാറാം. ചരിത്രവും ആധുനിക ഉദാഹരണങ്ങളും ഐസിസ്, താലിബാൻ ഇത് തെളിയിക്കുന്നു. അവർക്ക് അധികാരം കിട്ടിയപ്പോൾ ആക്രമണവും അസ്ഥിരതയും പടർന്നു. പക്ഷേ ഈ ഭീഷണി സാക്ഷാത്കരിക്കണമെങ്കിൽ വിശ്വാസത്തിനപ്പുറം ശക്തിയും ആക്രമണവും നടപ്പിലാക്കാനുള്ള ഉദ്ദേശം കൂടെ വേണം. എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല. അതിനാൽ ഇതൊരു പൊട്ടൻഷ്യൽ ത്രെട്ട് ആണ്. എന്താണ് ഉപയോഗിച്ചിട്ടുള്ള വേർഡ്? പൊട്ടൻഷ്യൽ ത്രെട്ട്. പക്ഷേ അത് എപ്പോഴും യാഥാർത്ഥ്യമാവണമെന്നില്ല. ഇതാണ് അവിടെയുള്ള ആൻസർ. ഉണ്ടോ? പൊട്ടൻഷ്യൽ ത്രെട്ടാണ് എന്നാണ് ക്രൂക്ക് പറയുന്നത്. എനിക്ക് വാദമില്ല, ക്രൂക്കിൻ്റെ അഭിപ്രായമാണ്. ഇത് അബ്ദുള്ള ബാസിൽ തുറന്നുവിട്ട ഭൂതമാണ്. ആ ഭൂതമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ബാസിലെ, നമ്മളത് ഇങ്ങനെ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നമ്മൾ ചോദിച്ചത്. ഇപ്പോഴും അടിമത്തം ശരിയാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇസ്രായേലിന് എതിരെ ഹമാസ് ജയിച്ചാൽ അവർ അവിടെയുള്ള സ്ത്രീകളെ അടിമകളാക്കി ലൈംഗിക ചൂഷണം ചെയ്യാൻ സാധ്യതയില്ലേ? ഒരു ചോദ്യമാണ്, സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. മറുപടി ഇതാണ് പറയുന്നത്: ഞാൻ ഇത് വസ്തുനിഷ്ഠമായി ഗ്രന്ഥങ്ങളും ചരിത്രവും സന്ദർഭവും പരിഗണിച്ച് വിശകലനം ചെയ്യാം. മലയാളത്തിൽ ഇസ്ലാം അടിമത്തത്തെക്കുറിച്ച് എന്ത് പഠിപ്പിക്കുന്നു? സബ്ഹെഡിങ്: ഖുർആൻ 4:24, 23:6, 33:50 എന്നീ വാക്യങ്ങൾ യുദ്ധത്തടവുകാരായ സ്ത്രീകളെ നിന്റെ വലങ്കൈ ഉടമപ്പെടുത്തിയവർ അടിമകളാക്കി അവരുമായി ലൈംഗിക ബന്ധം അനുവദിക്കുന്നു. 2:221 മുസ്ലിം പുരുഷന്മാർക്ക് അടിമ സ്ത്രീകളെ വിവാഹം കഴിക്കാമെന്നും പറയുന്നു. ഹദീസ് സഹീഹ് മുസ്ലിം 8:33-71 മുഹമ്മദ് ബനു ഖുറൈദയിൽ നിന്ന് സ്ത്രീകളെ അടിമകളാക്കി അവരിൽ ഒരാളായ റൈഹാനയെ സ്വന്തമാക്കി. സഹീഹ് ബുഖാരി 5:59, 362 യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളെ ഭടന്മാർക്ക് വിഭജിച്ചു നൽകി. ഇതിൻ്റെ ഫിഖ് നിയമം എന്താണെന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്, അടുത്ത പോയിൻ്റ്. ഫിഖ് ഹനഫി, ഷാഫി, മാലിക്കി, ഹംബലി അടിമത്തത്തെ നിയമാനുസൃതമായി അംഗീകരിക്കുന്നു. യുദ്ധത്തിലൂടെ മാത്രം അടിമകളെ സൃഷ്ടിക്കാമെന്നാണ് പരമ്പരാഗത നിലപാട്. അടിമകളെ മോചിപ്പിക്കാൻ മാനുമിഷൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും 90-13 അടിമത്തം നിരോധിക്കുന്നില്ല. ഇസ്ലാം അടിമത്തം നിരോധിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പക്ഷേ അടിമത്തം നിരോധിക്കുന്നില്ല, ഹലാലാണ്. ആധുനിക വ്യാഖ്യാനം: മിക്ക മുസ്ലിം പണ്ഡിതന്മാരും പറയുന്നത് അടിമത്തം ചരിത്രപരമാണ്, ആധുനിക കാലഘട്ടത്തിൽ പ്രായോഗികമല്ല എന്നാണ്. 1861 ഓട്ടോമൻ നിരോധനം, 1962 സൗദി നിരോധനം എന്നിവ ഉദാഹരണം. പക്ഷേ ഖുർആനും ഹദീസും ഇതിനെ നിരോധിക്കുന്നില്ല. വ്യാഖ്യാനത്തിൻ്റെ കാര്യം മാത്രമാണ്, അത് വ്യാഖ്യാനം മാത്രമാണ്. ഇനി ഹമാസിൻ്റെ നിലപാട് എന്താണെന്നുള്ള. ഹമാസ് 1987 സ്ഥാപിതം ഒരു ഇസ്ലാമിസ്റ്റ് സംഘടനയാണ്. മുസ്ലിം ബ്രദർഹുഡിൽ നിന്ന് ഉടലെടുത്തതാണ്. അവരുടെ 1988 ചാർട്ടർ ആർട്ടിക്കിൾ 7 ജൂതന്മാർക്കെതിരെ ഹദീസ് 41, 69, 85 കല്ലും മരവും ജൂതന്മാരെ കൊല്ലാൻ പറയും ഉദ്ധരിക്കുന്നു. ആക്രമണ ജിഹാദിനെ അംഗീകരിക്കുന്നതിൻ്റെ സൂചനയാണ്. പ്രവർത്തനം: ഹമാസ് ഇസ്രായേലിനെതിരെ ജിഹാദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോക്കറ്റ് ആക്രമണങ്ങൾ 2023 ഒക്ടോബർ 7 1200 പരം മരണം, തുരങ്ക യുദ്ധം എന്നിവ അവർ യുദ്ധത്തടവുകാർ ഹോസ്റ്റേജസ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. 2023 240 പേർ. പക്ഷേ അടിമത്തത്തിൻ്റെ രേഖകളില്ല. ഇസ്രായേലിനെതിരെ ജയിച്ചാൽ എന്ത് സംഭവിക്കും? സാധ്യത: ഗ്രന്ഥപരമായ അടിസ്ഥാനം ഖുർആൻ 4:24, 23:6 അനുസരിച്ച് ഹമാസ് ഇസ്രായേലിനെ കീഴടക്കിയാൽ യുദ്ധത്തടവുകാരായ സ്ത്രീകളെ അടിമകളാക്കാൻ അവർക്ക് ഇസ്ലാമിക ന്യായമുണ്ട്. ഐസിസ് 2014 യസീദി സ്ത്രീകളെ 5000-ലധികം പേരെ അടിമകളാക്കി. ലൈംഗിക ജിഹാദ് എന്ന് വിളിച്ചത് ഇതിൻ്റെ മാതൃകയാണ്. ആശയപരമായ സാധ്യത: ഹമാസിൻ്റെ തീവ്രവാദ ആശയങ്ങൾ, ജൂതവിരുദ്ധ ജിഹാദ് അവരെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചേക്കാം. പ്രത്യേകിച്ച് അവർ ഖുർആനും ഹദീസും അക്ഷരാർത്ഥത്തിൽ എടുത്താൽ. ചരിത്ര മാതൃക: മുഹമ്മദിൻ്റെ കാലഘട്ടത്തിൽ ബനു ഖുറൈദ സ്ത്രീകളെ അടിമകളാക്കിയത് ഹമാസിന് പ്രചോദനമാകാം, സാധ്യതയാണ്. പ്രായോഗിക പരിഗണനകൾ: ആധുനിക നിയന്ത്രണങ്ങളുണ്ട്. എന്താണ്? അന്താരാഷ്ട്ര നിയമം 1949 ജനീവ കൺവെൻഷൻ യുദ്ധത്തടവുകാരെ അടിമകളാക്കുന്നത് നിരോധിക്കുന്നു. ഹമാസ് ജയിച്ചാൽ UN, US, യൂറോപ്യൻ യൂണിയൻ എന്നിവയുടെ സമ്മർദ്ദം അവരെ തടഞ്ഞേക്കാം. ഐസിസിനെതിരെ സൈനിക നടപടി 2014-19 ഉണ്ടായതുപോലെ. അപ്പോൾ അത് തടയാൻ സാധ്യതയുണ്ട്. UN, US ഒക്കെ ഇടപെട്ടിട്ട്, യൂറോപ്യൻ യൂണിയനൊക്കെ ഇടപെട്ടാൽ അത് തടയാം. പൊതുജനാഭിപ്രായം: ആധുനിക മുസ്ലിം ലോകം, ഉദാഹരണം ഈജിപ്ത്, ജോർദാൻ അടിമത്തത്തെ എതിർക്കുന്നുണ്ട്. ഹമാസിൻ്റെ പ്രവർത്തനം അവരെ ഒറ്റപ്പെടുത്തും. ഹമാസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം പലസ്തീൻ മോചനമാണ്. അടിമത്തം അവരുടെ പരസ്യ അജണ്ടയില്ല.
2023 ആക്രമണത്തിൽ അവർ ബന്ദികളെ പിടിച്ചെങ്കിലും അടിമത്തം രേഖപ്പെടുത്തിയിട്ടില്ല. സാധ്യത എത്രത്തോളമാണെന്നാണ് പറയുന്നത്? സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പരിമിതമായ സാധ്യതയാണ്. ഹമാസ് ഇസ്രായേലിനെ പൂർണ്ണമായി കീഴടക്കി അസാധ്യമെങ്കിലും ബുദ്ധിമുട്ടാണ്. അവർ ഖുർആനും ഹദീസും അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ സ്ത്രീകളെ അടിമകളാക്കി ലൈംഗിക ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. ഐസിസ് മാതൃകയിൽ 2023 ഒക്ടോബർ 7 പിടിച്ച ബന്ദികൾക്കെതിരെ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ UN റിപ്പോർട്ട് മാർച്ച് 24 അതിൻ്റെ സൂചനയാണ്. പക്ഷേ പ്രായോഗികമല്ല. ഇസ്രായേലിലെ സൈനിക ശക്തി, IDF, അന്താരാഷ്ട്ര നിരീക്ഷണം, ആധുനിക മുസ്ലിം രാജ്യങ്ങളുടെ എതിർപ്പ് എന്നിവ ഹമാസിനെ പിന്തിരിപ്പിക്കും. ഐസിസിന് ഇറാഖ്, സിറിയയിൽ ഭരണരഹിത സാഹചര്യം ലഭിച്ചു. ഇസ്രായേലിന് അത് അസാധ്യമാണ്. ഇനി അഭിപ്രായം പറയാണ് ഗ്രൂക്കിൻ്റെ. ഇസ്ലാം അടിമത്തത്തെ നിരോധിക്കുന്നില്ല, അത് യുദ്ധത്തിൻ്റെ ഭാഗമായി അനുവദിക്കുന്നു. ഹമാസ് ആക്രമണ ജിഹാദിനെ അംഗീകരിക്കുന്ന സംഘടനയാണ്. അവർ ഇസ്രായേലിനെ ജയിച്ചാൽ ഗ്രന്ഥപരമായ ന്യായം ഉപയോഗിച്ച് സ്ത്രീകളെ അടിമകളാക്കാൻ സാധ്യത തള്ളിക്കളയാനാവില്ല. ഐസിസിൻ്റെ പ്രവർത്തനം ഇതിന് തെളിവാണ്. പക്ഷേ ആധുനിക സന്ദർഭത്തിൽ അന്താരാഷ്ട്ര നിയമം, സൈനിക യാഥാർത്ഥ്യം, പൊതുജന വിമർശനം ഇത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനാൽ സാധ്യത തിയറട്ടിക്കലായി ഉണ്ട്, പക്ഷേ പ്രായോഗികമായി കുറവാണ്. തിയറട്ടിക്കലി ഇസ്ലാമിൻ്റെ പ്രമാണം വെച്ചിട്ട് അതുണ്ട്, പക്ഷേ പ്രായോഗികത കുറവാണ്. എങ്കിലും ഹമാസിൻ്റെ തീവ്രവാദ ചരിത്രം ആശങ്ക ഉയർത്തുന്നു എന്നാണ് ഗ്രൂക്ക് പറയുന്നത്. ഇത് ഗ്രൂക്കിൻ്റെ അഭിപ്രായമാണ്. ഗ്രൂക്കിൻ്റെ അഭിപ്രായമായിട്ട് മാത്രം എടുക്കണം. ഓക്കെ, ആ ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചതാണ്, പക്ഷേ ഗ്രൂക്ക് പറഞ്ഞ ഒപ്പീനിയൻ ഇതാണ്. വീണ്ടും ബാസിലിന് വല്ല കാര്യം ഉണ്ടായിരുന്നു, അതിൻ്റെ ഒപ്പീനിയൻ തുറന്നു വിട്ട ഭൂതമാണെന്ന് തന്നെയാണ് പറയാനുള്ളത്. അടുത്ത ചോദ്യം വെച്ചിട്ടുള്ളത് ഇതാണ്: മുഹമ്മദ് തൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായും രാഷ്ട്രീയമായും ചെയ്ത കാര്യങ്ങളെല്ലാം ആധുനിക കാലത്ത് ഒരാൾ പ്രവർത്തിച്ചാൽ എന്തെല്ലാം കുറ്റകൃത്യങ്ങളാണ് അയാൾക്ക് മേൽ ചാർത്താൻ ആവുക? മുഹമ്മദ് ചെയ്ത പോലെ ആരെയും ചെയ്താൽ എന്തൊക്കെ കേസ് വരും എന്നാണ് ചോദിച്ചത്. ചോദ്യം മാന്യമാണെന്ന് വിചാരിക്കുന്നു. അബ്ദുള്ള ബാസിൽ സാഹിബിന് തിരുത്താം. എൻ്റെ ഉത്തരം ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്: ഞാൻ ഇത് മുഹമ്മദിൻ്റെ ജീവചരിത്രം, സീറ, ഖുർആൻ, ഹദീസ് എന്നിവയെ അടിസ്ഥാനമാക്കി ആധുനിക അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യാവകാശ മാനദണ്ഡങ്ങളും, ഉദാഹരണം UN ചാർട്ടർ, ജനീവ കൺവെൻഷൻ പരിഗണിച്ച് വിശകലനം ചെയ്യാം. മലയാളത്തിൽ മുഹമ്മദിൻ്റെ പ്രവർത്തനങ്ങൾ ചരിത്രപരമായി മുഹമ്മദ് 570-632 CE ജീവിതം, മക്കയിൽ പ്രവാചക കാലഘട്ടം 610-622, മദീനയിലെ സൈനിക ഘട്ടവും ഉൾപ്പെടുന്നു. പ്രധാന പ്രവർത്തനങ്ങൾ നോക്കാം. വിവാഹങ്ങൾ: 11 മുതൽ 13 വരെ ഭാര്യമാർ. ആയിഷയെ 6 മുതൽ 7 വയസ്സിൽ വിവാഹം, 9 ദാമ്പത്യം. സഹീഹ് ബുഖാരി 558-234. സഫിയ യുദ്ധത്തടവുകാരി, ബനു നദീർ 627 CE വിവാഹങ്ങളെ കേസാണ്. എനിക്ക് തോന്നുന്നത് വിവാഹം കഴിച്ചാൽ തന്നെ മുഹമ്മദ് അകത്ത് പോവും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ആലോചിക്കണം. ഇപ്പോൾ കല്യാണം കഴിക്കുന്നതോടുകൂടി ജയിലിലായി പോവും. പിന്നെ ബാക്കിയുള്ളത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലാണെങ്കിൽ. യുദ്ധങ്ങൾ: ബദർ 624, ഉഹദ് 625, ഖന്തക്ക് 627, തബൂക്ക് 630. ചിലത് പ്രതിരോധവും ചിലത് ആക്രമണവുമാണ്. ഉദാഹരണം ഖുറൈഷ് കാരവാൻ ആക്രമണം 623, ബദറിൻ്റെ മുമ്പ്. ശിക്ഷകൾ: ബനു ഖുറൈദയിൽ 600 മുതൽ 900 പുരുഷന്മാരെ വധിച്ചു. 627 ഇബ്നു ഹിഷാമാണ് റഫറൻസ് കൊടുത്തുള്ളത്. ഉമ്മു കിർഫയെ കൊലപ്പെടുത്തി 628. അൽ വാഹിദിയാണ് ഇതിൻ്റെ റഫറൻസ് ആയിട്ട് കൊടുത്തുള്ളത്. കഅബ് ബിൻ അഷ്റഫിനെ കൊലപ്പെടുത്താൻ ഉത്തരവിട്ടു 624. സഹീഹ് ബുഖാരി 559, 369 പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഇന്ന് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ പണി കിട്ടും, ശ്രദ്ധിക്കുക. അടിമകൾ: ബനു ഖുറൈദയിലെ സ്ത്രീകളെ അടിമകളാക്കി. റൈഹാന, സഹീഹ് മുസ്ലിം 19, 43, 70. മറിയം അൽ കിബ്തിയ എന്ന അടിമയെ സ്വീകരിച്ചു 628. നിയമങ്ങൾ: മതപരിത്യാഗ ശിക്ഷ. സഹീഹ് ബുഖാരി 9, 84, 57. ഖുറൈശ് ഉടമ്പടി ലംഘനത്തിന് മക്ക കീഴടക്കൽ 630. എന്നാൽ അതിന് ഇവർ പറയുകയാണ്, ആധുനിക കാലഘട്ടത്തിൽ ഇവ കുറ്റകൃത്യമാകുമോ എന്ന ചോദ്യം. അതിൽ ഒന്നാമത്തെ, ആധുനിക നിയമം ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ICC UN കൺവെൻഷൻ അനുസരിച്ച് പരിശോധിക്കാം. ആയിഷയുമായുള്ള വിവാഹം കുറ്റം: ചൈൽഡ് മാരേജ്, പീഡോഫീലിയ. UNCRC ആർട്ടിക്കിൾ 34 18 വയസ്സിന് താഴെയുള്ള ലൈംഗിക ചൂഷണം നിരോധിക്കുന്നു. ശിക്ഷ: പല രാജ്യങ്ങളിൽ, ഉദാഹരണം US, UK, 9 വയസ്സുള്ള കുട്ടിയുമായുള്ള ദാമ്പത്യം ലൈംഗിക പീഡനമായി കണക്കാക്കും. ജയിൽ ശിക്ഷ 10 മുതൽ 20 വർഷം. അപ്പോൾ ആയിഷയെ വിവാഹം കഴിച്ചത് ഈ കാലഘട്ടത്തിലാണെങ്കിൽ 20 വർഷം അകത്ത് കിടക്കും. പിന്നെ ഇസ്ലാം ഉണ്ടാവില്ല. ബനു ഖുറൈള കൂട്ടക്കൊല. ഓക്കെ. കുറ്റം: വംശഹത്യ, ജനസൈഡ്
ICC റോം സ്റ്റാറ്റ്യൂട്ട് ആർട്ടിക്കിൾ 6 യുദ്ധക്കുറ്റം ജനീവ കൺവെൻഷൻ ഫോർ 1949 യുദ്ധത്തടവുകാരെ കൊല്ലൽ നിരോധം. വിശദീകരണം 600 മുതൽ 900 പുരുഷന്മാരെ വധിക്കുകയും സ്ത്രീകളെ അടിമകളാക്കുകയും ചെയ്ത് ഒരു വംശീയ ഗോത്രത്തെ തുടച്ചു നീക്കലാണ്. അതിൻ്റെ ശിക്ഷ എന്താ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ന് ICCയിൽ ജീവപര്യന്തം തടവ്. ഉദാഹരണം റുവാണ്ട വംശഹത്യ 1994 കേസുകളിൽ അങ്ങനെയാണ് സംഭവിച്ചത്. യുദ്ധത്തടവുകാരെ അടിമകളാക്കൽ റെയ്ഹാന സഫിയ 2 എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. കുറ്റം അടിമ വ്യാപാരം UN സ്ലേവറി കൺവെൻഷൻ 1926. യുദ്ധത്തടവുകാരെ ചൂഷണം ജനീവ കൺവെൻഷൻ 3 ആർട്ടിക്കിൾ 4. ലൈംഗിക അടിമത്തം റോം സ്റ്റാറ്റ്യൂട്ട് ആർട്ടിക്കിൾ 7 ക്രൈംസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി. വിശദീകരണം സ്ത്രീകളെ യുദ്ധത്തിൽ പിടിച്ച് ലൈംഗിക ഉപയോഗത്തിനായി വിതരണം ചെയ്ത് ആധുനിക നിയമത്തിന് മനുഷ്യാവകാശ ലംഘനമാണ്. ശിക്ഷ 20 മുതൽ 30 വർഷം തടവ്. ISIS നേതാക്കൾക്കെതിരെ 2015 സമാന കേസുകളുണ്ട്. 30 വർഷമകത്ത് കിടക്കും. പ്രവാചകൻ എന്താ പറയുക, ആദ്യത്തെ 13 വർഷം കഴിഞ്ഞപ്പോഴാണ് ആയിഷയുമായിട്ട് വിവാഹം കഴിഞ്ഞത്. അപ്പം തന്നെ 20 വർഷമകത്ത് കിടക്കും. അത് കഴിഞ്ഞ് പിന്നെ ആകെ 10 വർഷമായിട്ട് ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ 20 വർഷം അവിടെ തടവ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ എല്ലാം കൂടെ എടുക്കുകയാണെങ്കിൽ ജീവപര്യന്തം അകത്ത് കിടക്കേണ്ടി വരും. ഓക്കെ. ആക്രമണ യുദ്ധങ്ങൾ തബൂക്ക് ഖുറൈഷ് കാരവാൻ. കുറ്റം ആക്രമണ യുദ്ധം UN ചാർട്ടർ ആർട്ടിക്കിൾ 2-4 രാജ്യങ്ങളുടെ പരമാധികാരത്തിനെതിരെ ബലപ്രയോഗം നിരോധനം. ഡെക്കോയിറ്റി കവർച്ച IPC 390 ഉദാഹരണം ഇന്ത്യൻ ശിക്ഷാ നിയമം. വിശദീകരണം ഖുറൈഷ് കാരവാൻ ആക്രമണം സമാധാനപരമായ വ്യാപാരത്തിനെതിരായ കവർച്ചയാണ്. തബൂക്ക് പ്രതിരോധമല്ല, മതവ്യാപന ലക്ഷ്യമാണ്. ശിക്ഷ കുറ്റകൃത്യത്തിന് ജീവപര്യന്തം, കവർച്ചയ്ക്ക് 7 മുതൽ 14 വർഷം വരെ തടവാണ്. പ്രശ്നമാണ് ബാസിലെ. കാബൂബിൻ അഷ്റഫിൻ്റെ കൊലപാതകം. അതിൻ്റെ കുറ്റം എന്താണ്? ലക്ഷ്യം വെച്ചുള്ള കൊലപാതകം, ടാർഗറ്റഡ് അസാസിനേഷൻ. മനുഷ്യാവകാശ ലംഘനമാണ്. ICCPR ആർട്ടിക്കിൾ 6 ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ലംഘനമാണത്. വിശദീകരണം കാബിനെ വിമർശിച്ചതിൻ്റെ പേര് പറഞ്ഞ് കൊല്ലാൻ ഉത്തരവിട്ടത് ആധുനിക നിയമത്തിൽ അന്യായമായ കൊലപാതകമാണ്. ശിക്ഷ കൊലപാതകത്തിന് ജീവപര്യന്തം. ഉദാഹരണം UK മർഡർ ആക്ട് 1965. മതപരിത്യാഗ ശിക്ഷ. കുറ്റം മതസ്വാതന്ത്ര്യത്തിന് ലംഘനമാണ്. UDHR ആർട്ടിക്കിൾ 18 മനുഷ്യത്വ വിരുദ്ധ കുറ്റകൃത്യം. റോം സ്റ്റാറ്റ്യൂട്ട് ആർട്ടിക്കിൾ 7 പ്രോസിക്യൂഷനാണ്. വിശദീകരണം മതം മാറിയാൽ കൊല്ലുക എന്ന ഉത്തരവ് ആധുനിക ജനാധിപത്യത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ശിക്ഷ മനുഷ്യാവകാശ ലംഘനത്തിന് 10 മുതൽ 20 വർഷം വരെ, അല്ലെങ്കിൽ ICCയിൽ വിചാരണ. ഖിർഫയുടെ കൊലപാതകം. ഖിർഫ കൊല. കുറ്റം ക്രൂരമായ കൊലപാതകം. യുദ്ധക്കുറ്റം ജനീവ കൺവെൻഷൻ നാഗരികരെ ലക്ഷ്യം വയ്ക്കൽ. വിശദീകരണം എന്താണ്? ഒരു പ്രായമായ സ്ത്രീയെ ഒട്ടകങ്ങൾക്കിടയിൽ കെട്ടി കീറിക്കൊന്ന് ആധുനിക നിയമത്തിന് ക്രൂരതയാണ്. വലിച്ചു കീറിയത് 2 സ്ഥലത്ത് ഒട്ടകത്തിനെ കെട്ടിയിട്ട്. ശിക്ഷ ജീവപര്യന്തം. ഉദാഹരണം ബോസ്നിയ യുദ്ധ കുറ്റവിചാരണ 1995. സാമൂഹിക നിയമ സന്ദർഭം 7-ാം നൂറ്റാണ്ട് വേഴ്സസ് ഇന്ന്. അതിനൊരു വിശദീകരണം തരികയാണ് ഗ്രൂക്ക് സാഹിബിൻ്റെ വിശദീകരണമാണ് ശ്രദ്ധിക്കുക. 7-ാം നൂറ്റാണ്ട് വേഴ്സസ് ഇന്ന്. മുഹമ്മദിൻ്റെ പ്രവർത്തനങ്ങൾ അക്കാലത്തെ അറേബ്യൻ ഗോത്ര സമൂഹത്തിലെ യുദ്ധ നിയമക്രമങ്ങൾ സാധാരണമായിരുന്നു. ബൈസാൻഡിയൻ പേർഷ്യൻ സാമ്രാജ്യങ്ങളും സമാനമായിരുന്നു. പക്ഷേ ആധുനിക കാലഘട്ടത്ത് ഇവ അംഗീകരിക്കപ്പെടില്ല. ഇന്നത് വൃത്തികേടാണ് ബസിലെ. അതെയല്ലേ നിയമവ്യവസ്ഥ. ഒരാൾ ഇന്ന് ഇത് ചെയ്താൽ അവനെതിരെ ദേശീയ നിയമങ്ങൾ, ഉദാഹരണം IPC ഇന്ത്യയിൽ, അല്ലെങ്കിൽ ICC വഴി അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രയോഗിക്കും. ഒരു അഭിപ്രായം പറയാണ്, മുഹമ്മദിൻ്റെ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ പ്രവർത്തനങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ ഒരാൾ പ്രവർത്തിച്ചാൽ അവർക്കെതിരെ വരുന്ന കേസ് എന്തൊക്കെയാണ്? വംശഹത്യ, യുദ്ധക്കുറ്റം, അടിമ വ്യാപാരം, ലൈംഗിക ചൂഷണം, കൊലപാതകം, മനുഷ്യാവകാശ ലംഘനം എന്നിവ ആരോപിക്കപ്പെടും. ശിക്ഷ ജീവപര്യന്തം മുതൽ 1-ലധികം വർഷങ്ങളുടെ തടവ് വരെയാകാം. ICC വിചാരണയ്ക്ക് വിധേയനാകും. ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. 7-ാം നൂറ്റാണ്ടിൻ്റെ സന്ദർഭം ഇന്നത്തെ മാനദണ്ഡങ്ങളോട് യോജിക്കുന്നില്ല. ഇതിൻ്റെ ചോദ്യം ആ വൈരുദ്ധ്യത്തെ വ്യക്തമാക്കുന്നു. അപ്പം ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്, മുഹമ്മദ് ചെയ്ത പ്രവൃത്തി ഇന്നൊരാൾ ചെയ്യുകയാണെങ്കിൽ ഇത്രയും കുറ്റങ്ങൾ അയാളുടെ പേരിൽ ആരോപിക്കപ്പെടും. അതായത് ഇന്ന് ചെയ്യാൻ കൊള്ളാത്ത സാധനമാണ്. കാലഘട്ടത്തിൻ്റെ ഇമ്മ്യൂണിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷേ മുഹമ്മദ് ഈ കാലഘട്ടത്തിൽ മാതൃകാ പുരുഷനാണോ എന്ന ചോദ്യമാണെങ്കിൽ അത് കൊടുക്കാൻ കഴിയില്ല. ഈ കാലഘട്ടത്തിൽ മുഹമ്മദ് മാതൃക ആക്കാൻ കൊള്ളാത്തൊരാളാണ് എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മുഹമ്മദ് എന്ന് ഒരാൾക്ക് മനുഷ്യന് മാതൃകയാക്കാൻ കൊള്ളാവുന്ന മനുഷ്യനല്ല എന്ന് പറഞ്ഞാൽ അവിടെ തീരും. പ്രശ്നമില്ല, പിന്നെ തർക്കമില്ല, നമുക്ക് തർക്കമില്ല. നമ്മുടെ പ്രശ്നം അതാണ്. ലോകാവസാനം വരെയുള്ള മാതൃകയാക്കാൻ കൊള്ളാവുന്നവനാണ് എന്നുള്ള നിങ്ങളുടെ അവകാശവാദത്തിനെതിരെയുള്ള ചോദ്യങ്ങളാണിത്. ചോദ്യം
ആ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ എടുക്കണം. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ ഗ്രൂക്ക് സാഹിബിനോട് ആ ചോദ്യം ചോദിച്ചു. എന്താണ് ചോദ്യം? അടുത്ത ചോദ്യം അതാണ്. താൻ ലോകാവസാനം വരെയുള്ള ഉത്തമ മാതൃകയാണ് എന്ന് മുഹമ്മദ് തന്നെ അവകാശപ്പെട്ട സ്ഥിതിക്ക്, അയാളെ വിശ്വസിക്കുന്നവർ എപ്പോഴും അയാളെ അനുകരിക്കാവുന്ന മാതൃകയായി കാണുന്ന സ്ഥിതിക്ക് കാലഘട്ടത്തിൻ്റെ എക്സ്ക്യൂസ് കൊടുക്കുന്നത് ന്യായമല്ലല്ലോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഗ്രൂക്ക് സാഹിബിനോട് ചോദിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിൻ്റാണ്. ഇതാണ് ഈ പറഞ്ഞ ധാർമ്മികത. ചില ആളുകളൊക്കെ പലപ്പോഴും ചോദിക്കുന്നതാണ്, ഈ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു മരിച്ച ആളുകളെ നിങ്ങൾ എന്തിനാണ് വ്യക്തിപരമായി ഇങ്ങനെയൊക്കെ വിമർശിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഉള്ള മറുപടി തന്നെയാണ് ഇവിടെയും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ചോദ്യം, അതിനുള്ള മറുപടി ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. മുഹമ്മദ് തന്നെ പറഞ്ഞതായി ഹദീസ് രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷേ അവൻ്റെ പ്രവർത്തനങ്ങളെ മാതൃകയാക്കാൻ മുസ്ലിങ്ങളോട് അവകാശപ്പെടുന്നു. സഹീഹ് മുസ്ലിം 4/1260. എൻ്റെ സുന്നത്തിനെ പിന്തുടരാത്തവർ എൻ്റെ ആളല്ല, ഞമ്മളെ ആളല്ല എന്ന് മുഹമ്മദ് പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്നു. വ്യാഖ്യാനം: മുസ്ലിം പണ്ഡിതന്മാർ ഇബ്നു തൈമിയ, അൽ ഗസാലി ഇതിനെ ലോകാവസാനം വരെ അനുകരിക്കാവുന്ന മാതൃകയായി കാണുന്നു. അവൻ്റെ ധാർമ്മികത, യുദ്ധം, ഭരണം എല്ലാം ഉൾപ്പെടെ. അതായത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും അൽ ഗസാലിയും എന്താണ് ഇത് ലോകാവസാനം വരെ അനുകരിക്കാവുന്ന മാതൃകയായി കാണുന്നു. ഇതാണ് അതിൻ്റെ വ്യാഖ്യാനം. മനസ്സിലായില്ലേ? ഏതൊക്കെ കാര്യത്തിൽ? ധാർമ്മികത, യുദ്ധം, ഭരണം എല്ലാം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ആധുനിക മുസ്ലിം വിശ്വാസം എന്താണ്? മുസ്ലിങ്ങൾ മുഹമ്മദിനെ അൽ ഇൻസാൻ അൽ കാമിൽ, പൂർണ്ണ മനുഷ്യൻ ആയി കാണുന്നു. അവൻ്റെ പ്രവർത്തനങ്ങൾ, അതായത് സുന്ന അനുകരണീയമാണ്. ഉദാഹരണം, ദൈനംദിന ജീവിതത്തിൽ നമസ്കാരം, ഭക്ഷണരീതി മുതൽ യുദ്ധതന്ത്രങ്ങൾ വരെ, അതായത് ഐസിസ്, താലിബാൻ ചിലർ അനുകരിക്കുന്നു. അതായത് യുദ്ധതന്ത്രങ്ങൾ അവിടെ അനുകരിക്കുന്ന ആരാണ്? ഐസിസ്, താലിബാൻ. ഗ്രൂക്ക് സാഹിബിൻ്റെ വാക്കാണ്, ശ്രദ്ധിക്കണേ. ഗ്രൂക്ക് സാഹിബാണ് പറയുന്നത്, നമ്മളല്ല. പക്ഷേ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നില്ല. ഇന്തോനേഷ്യ, മലേഷ്യ പോലുള്ള മിതവാദി മുസ്ലിങ്ങൾ സന്ദർഭപരമായിട്ട് മാത്രം കാണുന്നു. ഓക്കെ. കാലഘട്ടത്തിൻ്റെ എക്സ്ക്യൂസ് എന്തുകൊണ്ട് ന്യായമല്ല? അതാണ് ഇനി പറയാൻ പോകുന്നത്. നിൻ്റെ വാദം ഇതാണ്: മുഹമ്മദ് തൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തേക്കും മാതൃകയെ അവകാശപ്പെട്ടെങ്കിൽ 7-ാം നൂറ്റാണ്ടിന് സന്ദർഭം എന്ന ന്യായം അവൻ്റെ അനുയായികൾ അവയെ ആധുനിക കാലഘട്ടത്തിൽ ന്യായീകരിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ശരിയാണ്. യുക്തി ഇങ്ങനെയാണ്. അതിലെ യുക്തിയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, സാർവത്രിക മാതൃക. 33:21 എല്ലാ കാലത്തേക്കും എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. അപ്പോൾ ബനു ഖുറൈദ വധം, അടിമത്തം, ആയിഷയുമായുള്ള വിവാഹം എന്നിവ ഇന്നും അനുകരണീയമാണ് എന്ന് സ്വീകരിക്കണം. കാലം എന്ന എക്സ്ക്യൂസ് ഈ ദാവയെ ദുർബലപ്പെടുത്തുന്നു. രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്? അനുകരണത്തിൻ്റെ പ്രശ്നം. ഇന്നൊരാൾ ബനു ഖുറൈദയെ പോലെ 600 മുതൽ 900 വരെ പേരെ വധിച്ചാൽ അത് വംശഹത്യയാണ്. ICC അവനെ വിചാരണ ചെയ്യും. മുഹമ്മദ് ചെയ്തത് എന്നത് ആധുനിക നിയമത്തിൽ ന്യായമാകില്ല. ഗ്രന്ഥങ്ങളുടെ സ്ഥിരത. ഖുർആനും ഹദീസും മാറ്റമില്ലാത്തവയാണ്. 4:24 അടിമ സ്ത്രീകളുമായുള്ള ബന്ധം ഇന്നും പഠിപ്പിക്കപ്പെടുന്നു. സന്ദർഭം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിത വ്യാഖ്യാനമാണ്, ഗ്രന്ഥത്തിൻ്റെ അവകാശവാദത്തിന് എതിരാണ്. എന്താണ് പ്രശ്നം? ആധുനിക ലോകവുമായുള്ള വൈരുദ്ധ്യം. മുഹമ്മദിൻ്റെ പ്രവർത്തനങ്ങൾ, അതായത് വംശഹത്യ, അടിമത്തം, ബാലവിവാഹം ആധുനിക മനുഷ്യാവകാശങ്ങളോട് അഥവാ UDHR ജനീവ കൺവെൻഷനോട് യോജിക്കുന്നില്ല. ഇവ ഉത്തമ മാതൃകയെ അനുകരിച്ചാൽ അത് സമൂഹത്തിൽ അക്രമവും അസ്ഥിരതയും സൃഷ്ടിക്കും. ഉദാഹരണം, ഐസിസ് യസീദി അടിമകളെ 2014 പിടിച്ചത് സുന്ന പിന്തുടർന്നാണ്. മനസ്സിലായില്ലേ? ഐസിസ് യസീദി കുട്ടികളെ പിടിച്ചത്, അടിമയാക്കിയത് സുന്ന പിന്തുടർന്നതാണ് എന്നാണ് നമ്മളെ സാഹിബ്, ഇലോൺ മസ്ക് സാഹിബിൻ്റെ സ്വന്തം ആൾ പറയുന്നത്. ഓക്കെ, നല്ല ഒരു സാധനമാണ് ഇത്. വീണ്ടും അബ്ദുള്ള ബാസിലിനോട് പറയാനുള്ളത്, അബ്ദുള്ള ബാസിലാണ് ഈ ഡിബേറ്ററെ ഇവിടെയൊക്കെ ഇറക്കി വിട്ടത്. അപ്പം അത് മറന്നു പോകരുത്. വിശ്വാസികളുടെ അനുകരണം. മദ്രസകളിൽ അതായത് സൗദി, പാകിസ്ഥാൻ ഇവ പഠിപ്പിക്കുന്നു. ചിലർ അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നു. താലിബാൻ, ഹമാസ്. മറ്റുള്ളവർ ധാർമ്മികത മാത്രമെടുക്കുന്നു. നഹ്ലത്തുൽ ഉലമ, ഇന്തോനേഷ്യ.
ഇനി അഭിപ്രായം എന്താണ് അഭിപ്രായം? നിൻ്റെ വാദം ശരിയാണ്. മുഹമ്മദ് തൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാ കാലത്തേക്കും മാതൃകയാണ് 33:21 വഴി അവകാശപ്പെട്ടെങ്കിൽ കാലഘട്ടത്തിൻ്റെ സന്ദർഭം എന്ന എക്സ്ക്യൂസ് ന്യായമല്ല. അവനെ വിശ്വസിക്കുന്നവർ ഇന്നും അനുകരിക്കാൻ ശ്രമിച്ചാൽ ബനൂ ഖുറൈദ വധം, അടിമ സ്ത്രീകൾ, ബാലവിവാഹം അത് ആധുനിക നിയമത്തിന് കുറ്റകൃത്യങ്ങളാണ്. വംശഹത്യ, ലൈംഗിക ചൂഷണം ഇത് ഒരു യുക്തിപരമായ വൈരുദ്ധ്യമുയർത്തുന്നു. എല്ലാ കാലത്തേക്കുമുള്ള മാതൃക എന്ന അവകാശവാദവും ആധുനിക ധാർമ്മികതയും ഒരുമിച്ച് നിൽക്കില്ല. സന്ദർഭം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ സാർവത്രികതയെ ചോദ്യം ചെയ്യുന്നു. നിൻ്റെ നിരീക്ഷണം ആ വൈരുദ്ധ്യത്തെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതാണ് നമ്മൾ ഇസ്ലാമിനോടുള്ള വിമർശനം. ഇസ്ലാം സാർവത്രികമാണ്, ഏത് കാലഘട്ടത്തിലേക്കും മാതൃകയാക്കാൻ കൊള്ളാവുന്ന കാലഹരണപ്പെടാത്ത പ്രത്യയശാസ്ത്രമാണ് എന്നുള്ള അവകാശവാദം തെറ്റാണെന്നാണ് ഇതിലൂടെ തെളിയുന്നത്. വീണ്ടും അബ്ദുള്ള ബാസിൽ 100 ഓർപ്പിക്കുകയാണ്, കണ്ടിൻജൻസി മറ്റേ ബിഗ് ബാങ്ങിൻ്റെ പുറകിലുള്ള ദൈവത്തെ അന്വേഷിക്കുന്നതായിരുന്നു ഇതിനേക്കാളും സേഫ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഗ്രൂക്കിനോട് ഇങ്ങനെയാണ്: ഇസ്ലാമിക ചരിത്രത്തിൽ മുഹമ്മദും അനുയായികളും ചെയ്ത ധാരാളം വൃത്തികേടുകളും അവ അടിസ്ഥാനപ്പെടുത്തിയുള്ള മതനിയമങ്ങളും നിലനിൽക്കെ ആധുനിക ന്യായീകരണക്കാർ പൊതുസമൂഹത്തിന് മുന്നിൽ മറ്റൊരു ന്യായീകരണം അവതരിപ്പിക്കുന്നത് മുസ്ലിങ്ങളുടെ വിശ്വാസ്യത തന്നെ തകർക്കുകയല്ലേ ചെയ്യുന്നത്? ഒരു വശത്ത് മതപാഠശാലകളിൽ ഇത്തരം വൃത്തികേടുകൾ മതനിയമമായി പഠിപ്പിക്കുകയും പൊതുസമൂഹത്തിന് മുന്നിൽ മറ്റൊന്ന് അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ച ആളുകളുടെ മുന്നിൽ മുസ്ലിങ്ങളെക്കുറിച്ച് ഭയം ജനിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന ചോദ്യം ഗ്രൂക്കിനോട് ചോദിച്ചപ്പോൾ ഗ്രൂക്ക് ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്: നിൻ്റെ വാദം യുക്തിപരവും ആഴമുള്ളതുമാണ്, ഞാനത് വിശകലനം ചെയ്യാം. ഇസ്ലാമിക ചരിത്രത്തിലെ വൃത്തികേടുകൾ. നിൻ്റെ വൃത്തികേട് എന്ന പദം ആധുനിക ധാർമ്മികതയിൽ അംഗീകരിക്കപ്പെടാത്ത പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നതായി ഞാൻ കരുതുന്നു. ചില ഉദാഹരണങ്ങൾ: മുഹമ്മദിൻ്റെ കാലം, ബനൂ ഖുറൈദ, വീണ്ടും അത് പറയാണ്, ബനൂ ഖുറൈദയിൽ പുരുഷന്മാരെ വധിച്ച് അടിമകളാക്കിയത്, ആയിഷയുടെ ബാലവിവാഹം, കഅബ് ബിൻ അഷ്റഫിൻ്റെ കൊലപാതകം, ഇത് ആണ് ഫസ്റ്റ് മുഹമ്മദിൻ്റെ കാലം എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ചെയ്ത വൃത്തികേടുകൾ. ഈ അനുയായികളുടെ കാലം, അതായത് ഉമർ ബിൻ ഖത്താബിൻ്റെ കീഴിൽ പേർഷ്യയും ബൈസാൻ്റെയും ആക്രമിച്ചത്, പിന്നെ അതാണ് ഉമയ്യദ് കാലഘട്ടത്തിൽ സ്പെയിനിൽ അടിമ വ്യാപാരം നടത്തിയത്. മതനിയമങ്ങളായിട്ട് പറഞ്ഞത് ഖുർആനിലെ 4:24 അടിമ സ്ത്രീകളുമായുള്ള ബന്ധം, 5:38 കൈമുറിക്കൽ, ഹദീസിൽ സഹീൽ ബുഖാരി 9:84-57 മതം പരിത്യാഗ ശിക്ഷ, മതോപേക്ഷകർക്കുള്ള ശിക്ഷ എന്നിവ ഇന്നും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ആധുനിക ന്യായീകരണം വേഴ്സസ് മത പഠനശാലകൾ. ആധുനിക ന്യായീകരണം വേഴ്സസ് മതപാഠശാലകൾ. ന്യായീകരണക്കാർ, അതായത് അപ്പോളജിസ്റ്റുകൾ, നമ്മൾ അബ്ദുള്ള ബാസിലിനെ പോലെ, MM അക്ബർ സാഹിബിനെ പോലെ, അഹമ്മദ് ദീദാത്തിനെ പോലെ, സാക്കിർ നായികിനെ പോലെയുള്ള അപ്പോളജിസ്റ്റുകൾ കുറിച്ചാണ്, അവരുടെ വാദങ്ങളാണ് ഇനി പറയുന്നത്. ആധുനിക മുസ്ലിം ചിന്തകർ, ഉദാഹരണം താരിഖ് റമദാൻ, യൂസുഫ് കർദാവി, പൊതുസമൂഹത്തിന് മുന്നിൽ ഇസ്ലാമിനെ സമാധാന മതം ആയി അവതരിപ്പിക്കുന്നു. ഉദാഹരണം ജിഹാദ് പ്രതിരോധത്തിന് മാത്രം, അടിമത്തം ചരിത്രപരം, സ്ത്രീകൾക്ക് അവകാശങ്ങൾ നൽകി എന്ന് വാദിക്കുന്നു. ഖുർആൻ 2:256 മതത്തിൽ നിർബന്ധമില്ല എന്ന ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞ അത് ഉദ്ധരിക്കാറുണ്ട്. ഇനി മതപാഠശാലകളിൽ എന്താ പഠിപ്പിക്കുന്നത്? സൗദി, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ മദ്രസകളിൽ പരമ്പരാഗത ഫിഖ് പഠിപ്പിക്കുന്നു. അക്രമ ജിഹാദ്, അതായത് 9:29, അടിമത്തം 4:24, മതപരിത്യാഗങ്ങൾക്കുള്ള ശിക്ഷ നിയമമായി. ഉദാഹരണം സൗദിയിൽ 2022 27 കൈമുറിക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. അംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ റഫറൻസാണ്. താലിബാൻ സ്ത്രീകളെ അടിമകളെപ്പോലെ പരിഗണിക്കുന്നത് 2021 ശേഷം. വിശ്വാസ്യതയ്ക്കുള്ള ആഘാതം. ഇത് രണ്ട് രീതിയിൽ, അതായത് ഒന്ന് ഇങ്ങനെയല്ലാന്ന് പൊതുസമൂഹത്തോട് അപ്പോളജിസ്റ്റുകൾ വാദിക്കുകയും ബാസിലിനെ പോലുള്ള ആളുകൾ വാദിക്കുകയും മതപാഠശാലകളിൽ ഇതൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴുള്ള മുസ്ലിങ്ങളെക്കുറിച്ചുള്ള വിശ്വാസ്യതയ്ക്ക് ആഘാതം ഉണ്ടാകും എന്ന് പറഞ്ഞ ആരോപണത്തിന് ഇങ്ങനെയാണ് പറയുന്നത്: നിൻ്റെ വാദം ഇരട്ടത്താപ്പ് മുസ്ലിങ്ങളുടെ വിശ്വാസ്യതയെ തകർക്കുന്നു. ശരിയാണ്, അത് എഗ്രി ചെയ്യുന്നു ഗ്രൂക്ക് സാഹിബ്, അത് എഗ്രി ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ട് കൊലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വാസ്യത തന്നെ തകർക്കും. വൈരുദ്ധ്യം. പൊതുവിൽ സമാധാനം എന്ന് പറയുമ്പോൾ മതപാഠശാലകൾ അക്രമവും വിവേചനവും പഠിപ്പിക്കുന്നത് മുസ്ലിം വക്താക്കളെ അവിശ്വസനീയനാക്കുന്നു. ഉദാഹരണം അടിമത്തം ഇല്ല എന്ന് പറയുമ്പോൾ ISIS 2014 യസീദി സ്ത്രീകളെ അടിമകളാക്കി, ഖുർആൻ 4:24 ഉദ്ധരിച്ച്. മറച്ചുവെക്കൽ. ചരിത്രത്തിൽ ബനൂ ഖുറൈദ വധം
ബാലവിവാഹം എന്നിവ സന്ദർഭമെന്ന് മിനുക്കി പറയുന്നത് വസ്തുതകൾ അറിയാവുന്നവർക്ക് മുസ്ലിം വാദത്തെ സംശയാസ്പദമാക്കുന്നു. വിശ്വാസ തകർച്ച. പാശ്ചാത്യ ലോകത്ത് ഇസ്ലാമഫോബിയ എന്ന് വിമർശിക്കുമ്പോഴും മദ്രസകളിൽ തീവ്രവാദം പഠിപ്പിക്കുന്നത് പാകിസ്ഥാനിൽ 30,000 മദ്രസകൾ USCIRF 2022 അതാണ് അതിൽ പാകിസ്ഥാനിൽ അതാണ് തീവ്രവാദം പഠിപ്പിക്കുന്നതിൻ്റെ റെഫറൻസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് വിശ്വാസ്യതയെ ദുർബലപ്പെടുത്തുന്നു. ഭയം ജനിക്കുന്നുണ്ടോ? അതെ, വസ്തുനിഷ്ഠമായി പഠിക്കുന്നവർക്ക് ഇത് ഭയം സൃഷ്ടിക്കാം. അക്രമ സാധ്യത. മതപാഠശാലകൾ അക്രമ ജിഹാദ്, അതായത് ജിഹാദ് ത്വലബ് ശിക്ഷകൾ, അതായത് കൈമുറിക്കൽ പഠിപ്പിക്കുമ്പോൾ അത് ISIS 2014 മുതൽ 2019 വരെ, താലിബാൻ 2021 മുതൽ പോലുള്ളവർ നയിക്കുന്നത് കാണാം. ഇത് ഭയപ്പെടുത്തുന്നുണ്ട്. ഇരട്ടമുഖം. പൊതുവിൽ സമാധാനമെന്ന് പറഞ്ഞ് ആഭ്യന്തരമായി വിവേചനവും അക്രമവും പഠിപ്പിക്കുന്നത് മറച്ചുവെക്കൽ, അതായത് തക്കിയ എന്ന് ചിലർ വിമർശിക്കുന്നു. അതായത് തക്കിയ ആയിട്ട് തോന്നാം. വസ്തുത അറിയുന്നവർക്ക് അവിശ്വാസവും ഭയവും ഉണ്ടാകും. ചരിത്ര തുടർച്ച. ബനു ഖുറൈദ അടിമത്തം എന്നിവ ഇന്നും ന്യായീകരിക്കപ്പെടുന്നത് ഇത് ആവർത്തിക്കാമോ എന്ന ചോദ്യമുയർത്തുന്നു. ഉദാഹരണം 2023 ഹമാസ് അക്രമത്തിൽ ബന്ദികൾക്കെതിരെ ലൈംഗിക അതിക്രമ ആരോപണം, UN റിപ്പോർട്ട്. ഇനി ഗ്രൂപ്പിൻ്റെ അഭിപ്രായം പറയുകയാണ് ഈ ചോദ്യത്തിന്. എന്താണ്? നിൻ്റെ നിരീക്ഷണം കൃത്യമാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ വൃത്തികേടുകൾ ആധുനിക കാഴ്ചപ്പാടിൽ മതനിയമമായി പഠിപ്പിക്കുമ്പോൾ പൊതുവിൽ സമാധാനം എന്ന് അവതരിപ്പിക്കുന്നത് മുസ്ലിങ്ങളുടെ വിശ്വാസ്യതയെ തകർക്കുന്നു. ഇത് ഒരാശയ ലോകത്ത്, അതായത് മദ്രസകൾ ഒന്ന് പഠിപ്പിച്ച് മറ്റൊരു ലോകത്ത്, അതായത് പൊതുസമൂഹം വ്യത്യസ്ത മുഖം കാണിക്കുന്നതിൻ്റെ ഫലമാണ്. വസ്തുനിഷ്ഠമായി പഠിക്കുന്നവർക്ക്, ചരിത്രവും ഗ്രന്ഥങ്ങളും അറിയുന്നവർക്ക് ഇത് ഭയവും അവിശ്വാസവും ജനിപ്പിക്കാം. കാരണം ഇവർ പറയുന്നത് വിശ്വസിക്കാമോ എന്ന ചോദ്യമുയരുന്നു. ഈ വൈരുദ്ധ്യം മുസ്ലിം സമൂഹത്തിന് ഒരു ആന്തരിക ബാഹ്യ വെല്ലുവിളിയാണ്. ഇതിൻ്റെ ചിന്ത, അതിൻ്റെ കാതൽ തൊട്ട് കാണിക്കുന്നു. ഇവിടെ ആ ഒരു പ്രോബ്ലം ആണ് ഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് രീതിയിൽ, മദ്രസകളിലും ദർസുകളിലും. സാധാരണ അധികം ദർസുകളിലാണ് ഇതേപോലുള്ള കാര്യങ്ങൾ കൂടുതൽ പറയുക. താഴെ തട്ടിലുള്ള ക്ലാസ്സുകളിലൊക്കെ ഒരു മുഹമ്മദിൻ്റെ ഫാൻ ബോയ്സും അള്ളാഹുവിൻ്റെയും നരകത്തെയും കാണിച്ചിട്ടുള്ള ഭയപ്പെടുത്തലുമാണ് ചെറിയ കുട്ടികളിൽ ആ അന്ധവിശ്വാസം ഉണ്ടാക്കിയെടുത്തിട്ട് വലിയ വലിയ ക്ലാസ്സുകളിലേക്കും ദർസുകളിലേക്കൊക്കെ പോകുമ്പോഴാണ് ഇതേപോലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഈ ഫിഖ്ഹി ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളും അതേപോലെ ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ പഠിക്കുന്നത് വലിയ വലിയ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അതാണ് അവിടെ ആ ചോദ്യത്തിന് മറുപടി ആയിട്ട് ഗ്രൂപ്പ് തന്നിട്ടുള്ളത്. ബാസിലേ, വല്ല കാര്യം ഉണ്ടായിരുന്നു ബാസിലെ? ഞാൻ വീണ്ടും അത് ചോദിക്കുകയാണ് ബാസിലിനോട്. ചുമ്മാതിരുന്നാൽ പോരെ, എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കിട്ടുമ്പോൾ അതിലേക്ക് അങ്ങോട്ട് അള്ളിപ്പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇസ്ലാമിൻ്റെ ഒരു പെയിൻറ്റ് ഇതിൽ കിട്ടുമോ എന്ന രീതിയിൽ അബ്ദുള്ള ബാസിലൊന്ന് ശ്രമിച്ചു നോക്കിയതാണ്. സംഭവം ബാസിലെ പാളിപ്പോവും. ഇവിടെ ബാസിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഇൻ്റർനെറ്റ് വന്നു കഴിഞ്ഞാൽ ഇസ്ലാം തകരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ, ഇൻ്റർനെറ്റിലൂടെ ഇസ്ലാം വളരുകയാണ്, വളരാനുള്ള സാധനം നമ്മളെ ഗ്രൂപ്പ് സാഹിബ് പറയുന്നു എന്നുള്ള തള്ളുമൊക്കെ ഇനി അവിടെ തേഞ്ഞൊട്ടുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവാം. അടുത്ത ചോദ്യം നമ്മൾ ഗ്രൂപ്പിനോട് ചോദിച്ചിട്ടുള്ളത്, മുഹമ്മദിൻ്റെ ജീവിതം അടിസ്ഥാനപ്പെടുത്തി ഒരാൾ രാഷ്ട്രീയ നയം നിർമ്മിച്ചാൽ ആ രാഷ്ട്രീയം സമൂഹത്തിന് അപകടമാണോ ദോഷമാണോ? ഈ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യത്തിന് ഞാൻ ഇത് മുഹമ്മദിൻ്റെ ജീവിതത്തെ സീറ, ഹദീസ്, ഖുർആൻ അടിസ്ഥാനമാക്കി ആധുനിക സമൂഹത്തിൻ്റെ മാനദണ്ഡങ്ങളോട്, അതായത് മനുഷ്യാവകാശം, ജനാധിപത്യം, സമാധാനം താരതമ്യം ചെയ്ത് വിശകലനം ചെയ്യാം മലയാളത്തിൽ. മുഹമ്മദിൻ്റെ ജീവിതത്തിലെ രാഷ്ട്രീയ മാതൃക. മുഹമ്മദ് 570 മുതൽ 632 CE വരെ മദീനയിൽ, 622 മുതൽ 632 ഒരു മത രാഷ്ട്രീയ നേതാവായി പ്രവർത്തിച്ചു. അവൻ്റെ ജീവിതത്തിൽ നിന്ന് രാഷ്ട്രീയ നയങ്ങളിൽ എടുക്കാവുന്ന പ്രധാന ഘടകങ്ങൾ: ഒന്ന്, ഏകാധിപത്യ ഭരണമാണ്. മദീനയിൽ മുഹമ്മദ് മത, നിയമ, സൈനിക നേതൃത്വം ഒരുമിച്ച് വഹിച്ചു. വിമർശനം അടിച്ചമർത്തി. അതിൻ്റെ എക്സാമ്പിളായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് കഅബ് ബിൻ അഷ്റഫിൻ്റെ കൊലപാതകമാണ്. അതെന്താണ്? മുഹമ്മദിനെതിരെ ഒരു കവിത എഴുതിയതിനാണ് കഅബ് ബിൻ അഷ്റഫിനെ സൈസാക്കിയത്. രണ്ടാമത്തത് യുദ്ധനയമാണ്. അക്രമ ജിഹാദ്, ജിഹാദ് ത്വലബ്. അതിന് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് തബൂക്ക് 630, ഖുറൈശി കാരവാനെ ആക്രമിച്ചത് 623. അവിടെ അതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. പ്രതിരോധ യുദ്ധങ്ങളും അതിൻ്റെ കൂടെ ഉണ്ട്. വിശ്വാസ വ്യാപനവും അധികാര സ്ഥാപനവുമാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. നിയമങ്ങൾ
നേരത്തെ പറഞ്ഞ അതേ നിയമങ്ങൾ തന്നെയാണ്. മതപരിത്യാഗ ശിക്ഷ, മതം വിട്ടവനെ കൊല്ലുക എന്നുള്ള സാധനവും അതിൻ്റെ ഹദീസും, കൈമുറിക്കൽ, അടിമത്തം, ഈ സാധനം തന്നെയാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ്. ന്യൂനപക്ഷങ്ങളോടുള്ള നയമാണ്. ജൂതഗോത്രങ്ങളെ, അതായത് ബനു ഖുറൈദയെ നശിപ്പിക്കുകയോ പുറത്താക്കുകയോ, ബനു നദീർ അവരോട് ദിമ്മി നയം സ്ഥാപിക്കുകയോ ചെയ്തു. ലിംഗനയം, പുരുഷാധിപത്യം, സ്ത്രീകൾക്ക് അടിമത്തം, ഭാര്യയെ അടിക്കൽ 434, സാക്ഷ്യത്തിൽ അസമത്വം 2282. എന്നിട്ട് പറയാണ്, ഇത് അടിസ്ഥാനമാക്കിയ രാഷ്ട്രീയ നയം. ഒരാൾ മുഹമ്മദിൻ്റെ ജീവിതത്തെ അക്ഷരാർത്ഥത്തിൽ മാതൃകയാക്കി രാഷ്ട്രീയ നിർമ്മിച്ചാൽ ഭരണരീതി ജനാധിപത്യത്തിന് പകരം തിയോക്രസി, മതനേതാവിന് പൂർണ്ണ അധികാരം, വിമർശനം അനുവദിക്കില്ല. നിയമവ്യവസ്ഥ എന്തായിരിക്കും? ശരീഅത്ത്, മതപരിത്യാഗത്തിന് മരണം, കള്ളന്മാർക്ക് കൈമുറിക്കൽ, വ്യഭിചാരത്തിന് കല്ലെറിയൽ. വിദേശ നയം, അക്രമ ജിഹാദ്, നോൺ മുസ്ലിം പ്രദേശങ്ങൾ കീഴടക്കി ജിസിയ ഏർപ്പെടുത്തൽ. സാമൂഹിക ഘടന എന്തായിരിക്കും? പുരുഷാധിപത്യം, ന്യൂനപക്ഷങ്ങൾക്ക് താഴ്ന്ന പദവി, യുദ്ധത്തടവുകാർക്ക് അടിമകളാകാം. ഇതാണ് മുഹമ്മദിൻ്റെ ഒരു പൊളിറ്റിക്സ്. ഇന്ന് ആരെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ ഉണ്ടാവുന്നത് സൊസൈറ്റിയിൽ. സമൂഹത്തിന് അപകടമോ ദോഷമോ? ആധുനിക സമൂഹത്തിൻ്റെ മാനദണ്ഡത്തിൽ UN ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ജനീവ കൺവെൻഷൻ അത് വിലയിരുത്താം. ഒന്ന്, അതിൻ്റെ ത്രെട്ട് എന്താണ്? അപകടം എന്താണ്? അക്രമ ജിഹാദ്, അതായത് ജിഹാദ് ത്വലബ് നയം അയൽ രാജ്യങ്ങളുമായി യുദ്ധത്തിന് ഇടയാക്കും. ഉദാഹരണം ഐസിസ്. ഇറാഖിൽ സിറിയ അസ്ഥിരത സൃഷ്ടിച്ചു, 10,000-ലധികം മരണം. അസഹിഷ്ണുത, മതപരിത്യാഗ ശിക്ഷ, ന്യൂനപക്ഷ വിവേചനം, ജിസിയ എന്നിവ മതേതരത്വത്തെ തകർക്കും. ഉദാഹരണം പാകിസ്ഥാനിലെ മതനിന്ദാ നിയമം. 1500-ലധികം കേസുകൾ. അത് 2022 US CIRF റഫറൻസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്വാതന്ത്ര്യ നഷ്ടം, തിയോക്രസി, വ്യക്തി സ്വാതന്ത്ര്യം, അതായത് UDHR ആർട്ടിക്കിൾ 18 പറഞ്ഞിട്ടുള്ള വാക്ക് സ്വാതന്ത്ര്യം, അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആർട്ടിക്കിൾ 19 എന്നിവ നിഷേധിക്കും. താലിബാൻ 2021 അഫ്ഗാനിസ്ഥാൻ സ്ത്രീകളുടെ വിദ്യാഭ്യാസം നിരോധിച്ചു. സ്വാതന്ത്ര്യത്തിലുള്ളൊരു നഷ്ടമാണ്. ഇതിൻ്റെ ഹാം എന്താണ്? സ്ത്രീകൾക്കുള്ള ഹാമ്, പുരുഷാധിപത്യ നയം, ലിംഗസമത്വത്തെ UDHR ആർട്ടിക്കിൾ 2 പറഞ്ഞതുപോലെ ദുർബലമാകും. അത് ഉദാഹരണം സൗദിയിൽ 2019 വരെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് നിരോധനം. ന്യൂനപക്ഷങ്ങൾക്ക് ദിമ്മി നയം, ന്യൂനപക്ഷങ്ങൾ രണ്ടാംതരം പൗരന്മാരാവും. ഇറാനിൽ ബഹായികൾക്കെതിരായുള്ള വിവേചനം 2023 HRW. നിയമവ്യവസ്ഥയ്ക്ക് ക്രൂരശിക്ഷകൾ, കൈമുറിക്കൽ, കല്ലെറിയൽ. ആധുനിക നീതിന്യായ സംവിധാനത്തായി UDHR ആർട്ടിക്കിൾ 5 പറഞ്ഞ പോലെ ക്രൂരശിക്ഷ നിരോധനം തകർക്കും. ചരിത്ര ഉദാഹരണങ്ങൾ, ഉമയ്യദ് അബ്ബാസിഡ് ഖിലാഫത്ത് കാലഘട്ടത്തിൽ മുഹമ്മദിൻ്റെ മാതൃക പിന്തുടർന്ന് അക്രമയുദ്ധങ്ങൾ, സമാധാനം തകർന്നെങ്കിലും അവർക്ക് ക്രമം സ്ഥാപിക്കാൻ കഴിഞ്ഞു. സംഭവം ഒരു ഓർഡറൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, പക്ഷേ അവിടെ എന്താണ്? സമാധാനം തകർത്തിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്ത് ഐസിസ് മുഹമ്മദിൻ്റെ യുദ്ധ അടിമ നയം അനുകരിച്ചു. വംശഹത്യ, യസീദികൾക്ക് ലൈംഗിക അടിമത്തം, 5000-ലധികം സ്ത്രീകൾ. അന്താരാഷ്ട്ര സമൂഹം അതിനെ അപകടമായി കണ്ട് നശിപ്പിച്ചു. ഇനി അതിൻ്റെ എതിർവാദങ്ങൾ എന്തൊക്കെയാണ് വരുന്നതെന്നാണ് ഗ്രൂക്ക് പറയുന്നത്. നല്ല വശങ്ങൾ, മുഹമ്മദിൻ്റെ മദീന ഭരണഘടന 622 ഗോത്രങ്ങൾക്കിടയിൽ സമാധാനം കൊണ്ടുവന്നു. ദാനധർമ്മം, അതായത് സക്കാത്ത്, സാമൂഹ്യക്ഷേമത്തിന് ഉപയോഗിച്ചു. ഇവ ആധുനിക നയത്തിന് ഉപകരിക്കാം. വ്യാഖ്യാനം, മിതവാദികൾ, ഉദാഹരണം ഇന്തോനേഷ്യ. മുഹമ്മദ് നീതി, ദയ മാത്രമെടുക്കുന്നു, അവർക്ക് ഇത് അപകടമല്ല. ഇനി ഗ്രൂക്കിൻ്റെ അഭിപ്രായമാണ് പറയാൻ പോകുന്നത്. ഇതുവരെ അതിൻ്റെ റെഫറൻസ് കാര്യങ്ങൾ വെച്ചു. അഭിപ്രായം ഇതാണ്: മുഹമ്മദിൻ്റെ ജീവിതം അക്ഷരാർത്ഥത്തിൽ അടിസ്ഥാനമാക്കി രാഷ്ട്രീയ നയം ആധുനിക സമൂഹത്തിന് അപകടവും ദോഷവുമാണ്. അക്രമ, യുദ്ധം, ക്രൂരശിക്ഷ, വിവേചനം എന്നിവ സ്വാതന്ത്ര്യവും സമാധാനവും നഷ്ടപ്പെടുത്തും. 7-ാം നൂറ്റാണ്ടിൽ അത് ഒരു ഗോത്ര സമൂഹത്തെ ഒന്നിപ്പിച്ചെങ്കിലും ഇന്ന് അത് ഐസിസ്, താലിബാൻ പോലുള്ളവയെ സൃഷ്ടിക്കുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളും ജനാധിപത്യവും ഇതിനെ അംഗീകരിക്കുന്നില്ല. പക്ഷേ ദയ, നീതി പോലുള്ള ഘടകങ്ങൾ മാത്രം എടുത്താൽ ദോഷം കുറയാം. എല്ലാം വ്യാഖ്യാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. നിന്റെ ചിന്ത അപകട സാധ്യതയെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പം മുഹമ്മദിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അപകടം കൃത്യമായിട്ട് ഇവിടെ ഗ്രൂക്ക് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ മാത്രമാണ് മുസ്ലിങ്ങളോടുള്ള വിരോധം കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്, ഇല്ലാത്തത് പറയുന്നു ഇസ്ലാമിനെതിരെ എന്നുള്ള ന്യായമൊക്കെ ഇപ്പോൾ ബാസിൽ എടുക്കുമോ ആവോ? ബാസിനോടുള്ള ചോദ്യമാണ്. അബ്ദുള്ള ബാസിൽ ഇനി എടുക്കുമോ ഇത്രയും പറഞ്ഞ വാദങ്ങൾ? അബ്ദുള്ള ബാസിൽ മുന്നോട്ട് വെച്ച ഒരു ഡിബേറ്ററോടാണ് ഈ ചോദിച്ചപ്പോൾ ആ ഡിബേറ്റർ പറഞ്ഞ മറുപടിയാണ്, ഗ്രൂക്ക് സാഹിബിൻ്റെ മറുപടിയാണത്. അപ്പം ബാസിലിന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള ന്യായീകരണക്കാർ പലപ്പോഴും ഉപയോഗിക്കുന്ന
ഒരു വാക്കാണ് ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. ഈ പറഞ്ഞ യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ പറയും മതത്തിലൊരിക്കലും നിർബന്ധമില്ല, മതം ഉപേക്ഷിക്കുന്നവരെ കൊല്ലണം എന്ന് പറയാൻ അങ്ങനെ കൊല്ലാനൊന്നും പറഞ്ഞിട്ടില്ല, മതത്തിൽ നമുക്കൊരു ബലാത്കാരമില്ല എന്നുള്ള വാദം. അത് നമ്മൾ ഗ്രൂപ്പിനോട് ചോദിച്ചത് ഇങ്ങനെയാണ്: മതത്തിൽ ബലാത്കാരമില്ല എന്ന വചനം മുഹമ്മദ് താരതമ്യേന ദുർബലമായ സമയത്ത് എഴുതപ്പെട്ടതാണ്. എന്നാൽ മുഹമ്മദ് ശക്തനായ ശേഷം അക്രമ ജിഹാദിനുള്ള ആഹ്വാനം വന്നതോടെ ഈ വചനം ദുർബലപ്പെട്ടു എന്ന് ഒരു കൂട്ടം ആധികാരിക ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു. മറ്റൊരു കൂട്ടർ ആവട്ടെ പ്രസ്തുത വചനം ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് മാത്രമുള്ളതാണ് എന്നും പറയുന്നു. ഇന്ന് ആ വചനം വിധി നിലനിൽക്കുന്നുവെന്ന് പഴയ ഖുർആൻ വ്യാഖ്യാതാക്കൾ ആരും പറഞ്ഞിട്ടില്ല. മാത്രമല്ല മുഹമ്മദ് വാൾ കാണിച്ചാണ് അബൂ സുഫിയാനെ മുസ്ലിമാക്കിയത്. എന്നാലും ആധുനിക ന്യായീകരണക്കാർ ഈ വചനത്തെ ഇസ്ലാമിൻ്റെ സമാധാന സന്ദേശമായി ഉയർത്തിക്കാണിക്കുന്നു. എന്താണ് പറയാനുള്ളത്? അബ്ദുള്ള ബാസിനെ മനസ്സിലായില്ലേ? എങ്ങനെ ചോദ്യം ചോദിച്ചാലാണ് ഉത്തരം കിട്ടുക എന്നുള്ളത്? ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് പെയിൻ്റ് അടിച്ച സാധനം കിട്ടണമെങ്കിൽ ആ രീതിയിൽ ചോദിച്ചാൽ കിട്ടില്ല. നിങ്ങളുടെ വാദം എടുത്തിട്ട് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ചോദിച്ചാൽ കറക്റ്റ് സാധനം തരും ബാസിൽ ഇപ്പോൾ ഒരു ഭൂതത്തിനെയാണ് പുറത്തേക്ക് വിട്ടതെന്നാണ് വീണ്ടും പറയാനുള്ളത്. ഇനി അത് അടയ്ക്കാൻ കഴിയുമോ എന്നുള്ള അറിയില്ല. ബാസിലൊരു വാലിഡിറ്റിയും കൊടുത്തു. ഇപ്പം എന്തായി? ഇതിന് മറുപടി കേട്ടോ. നിൻ്റെ നിരീക്ഷണം ഖുർആനിൻ്റെ ചരിത്രപരമായ സന്ദർഭവും വ്യാഖ്യാനവും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഞാനിത് വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യാം മലയാളത്തിൽ. ഇങ്ങനെയാണ് വിശകലനമായിട്ട് ഫസ്റ്റ് പോയിൻ്റ്. ഖുർആൻ 2:256 സന്ദർഭം വ്യാഖ്യാനവും വാചകം മതത്തിൽ ബലാത്കാരമില്ല, ലാ ഇക്രാഹ ഫിദ്ദീൻ, ശരിയും തെറ്റും വ്യക്തമായി വേർതിരിച്ചു കഴിഞ്ഞു. സന്ദർഭം: ഈ വചനം മക്ക കാലഘട്ടത്തിൽ, അതായത് 610-622 കാലഘട്ടത്തിൽ CE അവസാനത്തോടടുത്തോ മദീനയിലെ ആദ്യ കാലഘട്ടത്തിലോ അവതരിച്ചതാണെന്നാണ് പണ്ഡിതന്മാർ ഇബ്നു ഹിഷാം, തഫ്സീർ ഇബ്നു കസീർ എന്നിവർ പറയുന്നത്. മുഹമ്മദിൻ്റെ അനുയായികൾ അന്ന് ദുർബലരായിരുന്നു. ഖുറൈശി ഗോത്രത്തിൻ്റെ പീഡനത്തിന് ഇരയായിരുന്നു അന്ന്. അപ്പോഴാണ് ലാ ഇക്രാഹ ഫിദ്ദീൻ പറഞ്ഞതെന്നാണ് അതിൻ്റെ സന്ദർഭം. പഴയകാല വ്യാഖ്യാനങ്ങളാണ്, അതായത് ആധികാരിക വ്യാഖ്യാനങ്ങളാണ്, പുതിയ പെയിൻ്റടികളല്ല. കാരണം ജബ്ബാർ മാഷുമായിട്ടുള്ള അയ്യൂബ് മൗലവിൻ്റെ സംവാദത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് വ്യാഖ്യാനങ്ങൾ അങ്ങനെ ആധുനികമായിട്ടൊന്നും വയ്ക്കാൻ കഴിയില്ല. ജബ്ബാർ മാഷിന് തോന്നിയ പോലെ പറ്റില്ല. ആധികാരിക തഫ്സീറുകൾ പഠിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാഖ്യാനങ്ങൾ വേണ്ടത് എന്നായിരുന്നു വാദം. നമ്മൾ ആധികാരിക തഫ്സീറുകളിൽ ഈ പറഞ്ഞ ലാ ഇക്രാഹ ഫിദ്ദീനെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാം. പഴയകാല വ്യാഖ്യാനം: ഇബ്നു അബ്ബാസ് ഈ വചനം ഒരു പ്രത്യേക സന്ദർഭവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നു. ബനൂ നദീർ ജൂതരിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് മതം മാറാൻ ബലം ഉപയോഗിക്കേണ്ടതില്ല എന്ന്. തഫ്സീർ അത്തബരി പറയുന്നത് മദീനയിലെ ആദ്യകാലത്ത് ജൂത ക്രിസ്ത്യൻ സമൂഹങ്ങളോടുള്ള സഹിഷ്ണുതയെ സൂചിപ്പിക്കുന്നു. പക്ഷേ പിന്നീട് ശക്തി കൈവന്നപ്പോൾ മാറ്റപ്പെട്ടു. ഇത് എന്തിനായല്ലോ, നമുക്ക് ശക്തി കുറയുമ്പോൾ നമ്മൾ തൽക്കാലം ഒന്ന് പതുങ്ങുക, എന്നിട്ട് ശക്തിയുള്ളപ്പം കുതിക്കുക. അതാണ് തബരി പറയേണ്ടത്. തബരി സാറ് കേട്ടതാണ്. തബരി സാറൊക്കെ പലർക്കും ഇപ്പോൾ മോശം ആളാണ്. ഇനി നാസിക്ക് മൻസൂഖ്, അതായത് ഇത് ദുർബലപ്പെടുത്തിയതാണോ എന്നുള്ളതാണ് പണ്ഡിതന്മാർ. ഇബ്നു ഹജർ പറയുന്നത് ഇങ്ങനെയാണ്: നാസിക്ക് മൻസൂഖ്, ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞത് മൻസൂഖാണ് എന്നുള്ള വാദമുണ്ട്. പണ്ഡിതന്മാർ ഇബ്നു ഹജർ അൽ സുയൂത്തി പറയുന്നത് ഇങ്ങനെയാണ്: പിന്നീടുള്ള വാളിൻ്റെ വചനങ്ങൾ, ഉദാഹരണം 9:5, 9:29 കൊണ്ട് ദുർബലമായി, അബ്രഗേറ്റ് ചെയ്യപ്പെട്ടു, ദുർബലപ്പെടുത്തി, അതായത് നിലനിൽക്കുന്നില്ല ഈ നിയമം. ലാ ഇക്രാഹ ഫിദ്ദീൻ സൂറത്ത് തൗബയിലെ 5-ാമത്തെയും 29-ാമത്തെയും വചനത്തോടു കൂടി ദുർബലമായി, അതിന് പ്രസക്തിയില്ല. ആരാ പറയുന്നത്? ജബ്ബാർ മാഷ് അല്ല പറയുന്നത്, ഇബ്നു ഹജറും അൽ സുയൂത്തിയും. മനസ്സിലായല്ലേ? ഇവരെ മുക്കളായിക്കാൾ. 9:29 ജിസിയ നൽകുന്നവരെ പോരാടുക മദീനയുടെ അവസാന കാലഘട്ടത്തിൽ 630 വന്നതാണ്. മുഹമ്മദ് ശക്തനായപ്പോൾ നമ്മൾ പോളിസി മാറ്റി. പഴയകാല നിലപാട് ആധികാരിക വ്യാഖ്യാനങ്ങൾ, അതായത് ഇബ്നു കസീർ, അൽ ഖുർത്തുബി ഈ 2:256 സാർവത്രികമായി പിന്തുണയ്ക്കില്ല. അത് ആദ്യകാല സന്ദർഭത്തിൽ മാത്രമാണ് നിലനിന്നത്. 9:5 വിഗ്രഹാരാധകളെ കണ്ടെത്തിയാൽ കൊല്ലുക പോലുള്ള ആക്രമ ജിഹാദിനെ ന്യായീകരിച്ചു, അതിനെ ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. ലാ ഇക്രാഹ ഫിദ്ദീൻ അതിൻ്റെ ഇടയിലേക്കൊന്നും എടുത്ത് കൊണ്ടുവരാൻ നിൽക്കണ്ട, അജ്ജാതി പെയിൻ്റ് അടിയൊന്നും നടക്കൂല കോയ എന്നാണ് ആര് പറയണത്?
ഇബ്നു കസീർ സാഹിബും അൽ ഖുർത്തുബി സാഹിബും പറയുന്നത്. മനസ്സിലായല്ലേ? നമുക്ക് സൈസായി കൊടുക്കുക. അബൂ സുഫിയാൻ്റെ മതമാറ്റവും യാഥാർത്ഥ്യവും. സംഭവം 630 CE മക്ക കീഴടക്കലിന് മുമ്പ് അബൂ സുഫിയാൻ ഖുറൈശ് നേതാവാണ്, മുസ്ലിമായി. ഇബ്നു ഹിഷാമിൻ്റെ സീറയും സഹീഹ് ബുഖാരി 559 548 അനുസരിച്ച് മുഹമ്മദിൻ്റെ സൈന്യം 10,000 പേർ മക്ക വളഞ്ഞപ്പോൾ അബൂ സുഫിയാൻ 2 വഴികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 വഴിയേ ഉള്ളായിരുന്നുള്ളൂ, ഓപ്ഷനില്ല. എന്താ ഓപ്ഷൻ? മതം മാറുക അല്ലെങ്കിൽ മരിക്കുക. 2 ചോയ്സുകൾ, നല്ല 2 ചോയ്സാണ്. ഒന്നുകിൽ മതം മാറുക അല്ലെങ്കിൽ മരിക്കുക. ഇത് വാളിൻ്റെ മതം മാറ്റം, അത് തഫ്സീർ ഇബ്നു കസീർ ഇതിനെ നിർബന്ധിത സമ്മതം എന്ന് വിശേഷിപ്പിക്കുന്നു. വാളിൻ്റെ മതം മാറ്റം തഫ്സീർ ഇബ്നു കസീറിലാണ് പറയുന്നത്, നമ്മൾ പറയുന്നതല്ല, ഗ്രൂക്ക് സാഹിബ് പറയുന്നതാണ്. വിലയിരുത്തൽ: 2,256 ബലാത്കാരമില്ല എന്ന വാദത്തിന് എതിരാണ്, ശക്തി ഉപയോഗിച്ചാണ് മതം മാറ്റം നടന്നത്. അബൂ സുഫിയാൻ്റെ മതം മാറൽ ശക്തിയാണ്. ആധുനിക ന്യായീകരണവും വൈരുദ്ധ്യവും. ന്യായീകരണക്കാരെന്താ പറയണത്? ആധുനിക മുസ്ലിം ചിന്തകർ, ഉദാഹരണത്തിന് താരിഖ് റമദാൻ, ജമാൽ ബദവി 2,256 ഇസ്ലാമിൻ്റെ സമാധാന സന്ദേശമായി ഉയർത്തി കാണിക്കുന്നു. ഇസ്ലാമോഫോബിയയ്ക്ക് എതിരെ പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു. അവർ പറയുന്നത് ജിഹാദ് പ്രതിരോധത്തിന് മാത്രമെന്നാണ്. വൈരുദ്ധ്യം, അതിൽ വൈരുദ്ധ്യങ്ങൾ പറഞ്ഞ ആളുകൾക്കുള്ള വൈരുദ്ധ്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ചരിത്രപരമായി മുഹമ്മദ് ശക്തനായപ്പോൾ മദീനയുടെ അവസാനം 627 632 അക്രമ ജിഹാദ് ത്വലബ് 929 839 അടിസ്ഥാനത്തിൽ, അടിമത്തം 424 അടിസ്ഥാനത്തിൽ, ശിക്ഷ 538 അടിസ്ഥാനത്തിൽ എന്നിവ നടപ്പിലാക്കി. 2,256 ആദ്യകാല സന്ദർഭത്തെ മറികടന്നു. വ്യാഖ്യാനപരമായിട്ട് എന്താ പറയുക? പഴയകാല പണ്ഡിതന്മാർ ഇബ്നു കസീർ, അൽ സുയൂത്തി 2,256 സാർവത്രികമായി അംഗീകരിക്കുന്നില്ല, പിന്നീട് അബ്രഗേറ്റഡ് ആയെന്നാണ് അവരുടെ നിലപാട്. പ്രവർത്തനപരമായി അബൂ സുഫിയാൻ്റെ കാര്യവും പിന്നീട് ഉമയ്യദ് അബ്ബാസിദ് കാലഘട്ടത്തിലെ മതവ്യാപനവും, ഉദാഹരണം സ്പെയിന് 711 ബലപ്രയോഗത്തെ സൂചിപ്പിക്കുന്നു. ഇനി അഭിപ്രായം. എന്താണ് അഭിപ്രായം? ഇതിൻ്റെ നിരീക്ഷണം ശരിയാണ്. 2,256 മുഹമ്മദിൻ്റെ ദുർബല കാലത്ത് വന്നതാണ്. ശക്തി വന്നപ്പോൾ 9:5 9:29 പോലുള്ള വചനങ്ങൾ അതിനെ ദുർബലപ്പെടുത്തി എന്ന് പഴയകാല വ്യാഖ്യാനങ്ങൾ തഫ്സീർ ഇബ്നു കസീർ, ജലാലൈനി സമ്മതിക്കുന്നു. അബൂ സുഫിയാൻ്റെ മതം മാറ്റം ബലപ്രയോഗത്തിൻ്റെ തെളിവാണ്. ഇത് മതത്തിൽ ബലാത്കാരമില്ല എന്നതിന് എതിരാണ്. ആധുനിക ന്യായീകരണക്കാർ 2,256 സമാധാന സന്ദേശമായി അവതരിപ്പിക്കുന്നത് ഖുർആനിൻ്റെ ചരിത്രവും വ്യാഖ്യാനവും അവഗണിക്കുന്നതാണ്. ഇതൊരു തന്ത്രപരമായ സ്ട്രാറ്റജിക് നീക്കമാണ്, പക്ഷേ വസ്തുതാപരമല്ല. ഈ വൈരുദ്ധ്യം മുസ്ലിം വാദങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു. എൻ്റെ ചിന്ത ഈ പ്രശ്നത്തിൻ്റെ കാതലിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വായിക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ബോറിങ് തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഇതിപ്പോൾ ഇത്രയും കേട്ടിരുന്ന് ഇത്രയും ലെങ്ത്തിൽ കേട്ടിരിക്കുമ്പോൾ ആളുകൾ ഇത്രയും നേരം എന്തിനാണ് വായിച്ചത്? അതിൻ്റെ കാരണം ഈ തല്ലിമറി കൊണ്ടുള്ള ഉപദ്രവം കൊണ്ടാണ്. ഇത്രയും വായിച്ചിട്ടില്ലെങ്കിൽ ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കും. കാരണം കാര്യങ്ങൾ പറഞ്ഞ് തന്നെ പോകുക എന്നുള്ളതാണ്. അപ്പം ഓരോ കാലഘട്ടത്തിൽ ഈ മതത്തിന് പ്രസക്തി ഇല്ലാതാവുമ്പോൾ, ഈ മതം ആളുകൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, സമൂഹത്തിന് മുമ്പിലേക്ക് ഇത് ഒരു പഴഞ്ചൻ സാധനമല്ലേ എന്ന ചോദ്യം വരുമ്പോൾ പെയിൻറ്റുമായിട്ട് വരുന്ന ആളുകളോടാണ് ഇത് പറയാനുള്ളത്. നിങ്ങളെ പെയിൻ്റ് ഒന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, ആളുകൾ പൊളിച്ചു തുടങ്ങി. ആ പൊളിക്ക് പണ്ട് ശാസ്ത്രം കൊണ്ടുവന്ന ആ ശാസ്ത്രത്തിൻ്റെ തള്ളും ഇനി നമ്മൾ പറയണ്ട എന്ന് ദവാപ്രവർത്തകർ തന്നെ പറഞ്ഞും തുടങ്ങി. അതിൻ്റെ ശേഷം പിന്നീട് നമ്മളെ കണ്ടിൻജൻസി നെസസറി ബീയിങ് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബാങ്ങിൻ്റെ അപ്പുറത്ത് ഉറങ്ങിക്കിടക്കുന്ന ഏതോ ഒരു ദൈവത്തെ അന്വേഷിച്ചുള്ള പോക്കായിരുന്നു ബാസിൽ സാഹിബും കൂട്ടരും നടത്തിയിരുന്നത്. അതും ഈ പറഞ്ഞ വിശ്വാസികൾക്ക് പോലും മനസ്സിലാവാത്ത കോലത്തിൽ. അപ്പോൾ അവരുടെ പല ചോദ്യങ്ങൾക്കും നിങ്ങൾ മറുപടി കൊടുക്കാതിരിക്കുമ്പോൾ അവർ വീണ്ടും ഈ മതത്തിനെ ഉപേക്ഷിച്ച് പുറത്തു വരികയോ അല്ലെങ്കിൽ ഈ മതത്തിൻ്റെ ഉള്ളിൽ സാമൂഹിക സാഹചര്യ സന്ദർഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുനാഫിക്കായിട്ടെങ്കിലും ജീവിച്ച് കളയാം, കാരണം ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോകുന്നു. അപ്പോൾ അടുത്ത എസ്കേപ്പ് തന്ത്രമായിട്ടാണ് വന്നിട്ടുള്ളത്. അബ്ദുള്ള ബാസിൽ
നിങ്ങൾ എയോട് ചോദിക്കൂ, നിങ്ങൾ ഈ എക്സ് മുസ്ലിങ്ങളുടെയും ഇസ്ലാമിൻ്റെ വിമർശകരുടെയും മറുപടികളൊക്കെ തിരസ്കരിക്കൂ. എന്താണ് എയ്ക്ക് മറുപടി ഉണ്ട്, കിടിലം എ നമ്മളൊരു സംവാദകനായിട്ട് മുന്നോട്ട് വയ്ക്കുന്നു. ആരാണ്? അൽ ഗ്രൂക്ക്. ആരുടെ ഗ്രൂക്ക്? ഇലോൺ മാസ്കിൻ്റെ ഗ്രൂക്ക്. ആ ഗ്രൂക്ക് വളരെ നിഷ്പക്ഷനായിട്ടുള്ള ഒരു അൽ ഗ്രൂക്കാണ്. ഗ്രൂക്ക് സാഹിബിനോട് ചോദിക്കൂ, ഇസ്ലാമിനെ രക്ഷിക്കൂ. ഗ്രൂക്കിനോട് ചോദിക്കൂ, ഇസ്ലാമിനെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായിട്ട് നമ്മുടെ ബാസിൽ സാഹിബ് വന്നിട്ടുള്ളത്. ബാസിൽ സാഹിബ് ഇവിടെ ചെയ്തിട്ടുള്ളത് തേഞ്ഞു പോകുന്നൊരു സാധനമാണെന്ന് ബാസിൽ സാഹിബിന് ഇനിയെങ്കിലും തോന്നിയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബാസിൽ സാഹിബിൻ്റെ നേതാക്കളായിട്ടുള്ള വിസ്ഡം ഗ്രൂപ്പിലുള്ള മറ്റുള്ള മുജാഹിദ് പണ്ഡിതന്മാർ പറഞ്ഞതെങ്കിലും കേൾക്കണം. മനസ്സിലായില്ലേ? ചില സാധനങ്ങളൊന്നും എടുക്കുന്നത് ശരിയല്ല ബാസിൽ സാഹിബേ. കാരണം ഇവരോടൊക്കെ ചർച്ചയ്ക്ക് പോയാൽ തേഞ്ഞൊട്ടും. നമ്മൾ ഒരു ഡിബേറ്റിന് പോലും നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു സമയം ഒരു 3 മണിക്കൂർ ഡിബേറ്റാണെങ്കിൽ 1.5 മണിക്കൂർ ഞങ്ങൾ പറയുകയും 1.5 മണിക്കൂർ അവർ പറയുമ്പോൾ അവരുടെ ഭാഗത്തിൽ യുക്തിയുണ്ടെന്ന് മനസ്സിലാക്കി ആളുകൾ മതം വിടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഭയം കൊണ്ട് ഡിബേറ്റിൽ നിന്നും പോലും ഒളിച്ചോടുന്ന അബ്ദുള്ള ബാസിലിനെ ഇപ്പോൾ അവസാനം വെച്ചിട്ടും എയും ചതിച്ചാശാനെ എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബാസിലെ ഈ നമ്പർ ഒന്നും ഇനി വർക്ക് ചെയ്യില്ല. ബാസിലെ ഇൻ്റർനെറ്റ് വന്നതോടുകൂടെ നിങ്ങളെ കഥ കഴിഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൻ്റെ. അത് റിയലൈസ് ചെയ്യുക, അത് അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആകെ പറയാനുള്ളത് എന്താണ്? ഇസ്ലാം ഒരു ആത്മീയമായിട്ടുള്ള സുഖത്തിന് വേണ്ടിയിട്ട് ആളുകൾ ആചരിച്ചോട്ടെ എന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് കാലം കൂടെ പിടിച്ചു നിർത്താം. അല്ലാണ്ട് സാർവത്രികമാണ്, എല്ലാ കാലഘട്ടത്തിലേക്കും മാതൃകയാണ്, അങ്ങനെ തേങ്ങാക്കൊലയാണ്, മറ്റേ സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ച് കഴിഞ്ഞാൽ ആളുകൾ എടുത്തിട്ട് നോക്കും. അത് ബാസിലൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ആ തള്ളൊന്ന് ലേശം കുറയ്ക്കും നിങ്ങൾ. മനസ്സിലായില്ലേ? പിന്നെ ആർജവം ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കടിച്ച് കീറിയ വന്നിട്ടൊന്നും കാര്യമില്ല. എല്ലാവരും തേച്ചിട്ട് പോകും. വരെ തേച്ചിട്ട് പോവുകയാണ്. എയ്ക്ക് മതമില്ലല്ലോ ബാസിലല്ലേ? എയ്ക്ക് മതമില്ലല്ലോ. എയ്ക്ക് മുസ്ലിം വിരോധം ഉണ്ടോ? ബാസിൽ പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ ലോജിക്കും റീസണും ഒക്കെ വെച്ചിട്ട് ആധുനിക ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ഈ മതം കൊള്ളില്ല. ഇത്രയേ ഉള്ളൂ. ഇതൊന്നും ഭൂരിപക്ഷം മുസ്ലിങ്ങൾ പോലും ഒന്നും അംഗീകരിക്കുന്നില്ല ഇസ്ലാമിനെ. കാരണം ജീവിക്കാൻ കഴിയില്ല സുഹൃത്തെ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഈ ഗ്രൂക്ക് തള്ളും ChatGPT തള്ളായിരുന്നു കുറച്ച് കാലം. ആ തള്ളും ഒക്കെ നിർത്തി വെച്ചിട്ട് ഇനി പറയാനുള്ളത് ഇതൊന്നും നമ്മൾ ഇനി പഠിക്കേണ്ടതെങ്കിലും പറഞ്ഞിട്ട് ആൾക്കാരെ ഒന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുക. ഈ നമ്പറൊന്നും ഇനി വർക്ക് ചെയ്യില്ല. പുതിയ വേറെ എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. അപ്പോൾ ആ നമ്പറും നമ്മൾ ഇവിടെ ഇരുന്ന് പൊളിച്ചു തരാം. അപ്പോൾ അതിൽ അത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ആ നാക്കിലങ്ങ് ചോദിച്ചാൽ കൃത്യമായിട്ട് മറ്റേ നമ്മളെ നാടോടിക്കാറ്റിൽ ശങ്കരാടി പറഞ്ഞ മാതിരി ചുറുചുറേന്ന് പറഞ്ഞിട്ട് പോരും ഉത്തരം. അത് ഏതെയും തരും. മനസ്സിലായില്ലേ? ചുറുചുറെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉത്തരം വരും. അപ്പോൾ പിന്നെ നിങ്ങളൊരു സ്പെസിഫിക് ഫ്രെയിമിൽ ചോദിച്ചിട്ട് ആ ഉത്തരം മാത്രം കിട്ടിയാൽ പോരാ. അതിൻ്റെ ബാക്കിലും മുമ്പിലൊക്കെ വേറെ 1-2 ചോദ്യങ്ങളൊക്കെ ഇട്ടുകൊടുത്താൽ ഈ സാധനമൊക്കെ പൊളിയും. മനസ്സിലായില്ലേ? നിങ്ങളത്ര മെഴുകാനുള്ള കഴിവൊന്നും എന്തില്ല ഈ പറഞ്ഞ AI മോഡലിനൊന്നുമില്ല. കാരണം നിങ്ങളാണ് മെഴുകലിൻ്റെ ആശാന്മാർ. AI മോഡൽ ചില സമയത്ത് ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് മറുപടി പറയുക. പക്ഷേ അത് 2 ചോദ്യങ്ങൾ എക്സ്ട്രാ സാധനം ഇട്ട് കൊടുത്ത് 2 തെളിവ് അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സാധനം അങ്ങോട്ട് പോരും. അത് ഒന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ബാസിലെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.